ദൈവമായ ദാവീദിൻ്റെ കൂടാരത്തെ പണിയും എന്ന് ഇസ്രായേലിൻ്റെ പ്രവാചകൻ ആമോസ് തൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. വീണുപോയ ദാവീദിൻ്റെ കൂടാരം എന്ന് ഇസ്രായേലിനെ പറയാൻ കാരണം ദൈവത്തിന് ഇസ്രായേൽ ജനതയെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ ഭൂമിയുടെ മധ്യേ ആക്കി വെച്ചത്. എന്നാൽ അവർ അതിൽ അവിശ്വസ്തരായപ്പോൾ, മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ ദൈവം തൻ്റെ കോപത്തിലാണെങ്കിലും വേറൊരു ജനതയെ എഴുന്നേൽപ്പിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു സത്യം, ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കറിയാം, മടി കൂടാതെ ഒരു ദൈവമേ ഉള്ളെന്ന മുഴു ലോകത്തോടൊരു വിളിച്ചു പറയാൻ അവർക്ക് ഒരു ലജ്ജയുമില്ല. അതിന് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. യഹൂദനെ ഏൽപ്പിച്ചൊരു കാര്യമാണ് ഏകസത്യ ദൈവത്തെ ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തുകയും ആ വചനത്തിൻ്റെ സത്യങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയെ ഭൂമിയുടെ മധ്യേ ആക്കി വെച്ചതിന് ശേഷം അവർ ദൈവത്തോട് മത്സരിച്ചു. അവർ നിഗളികളായി മറ്റു വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ കോപത്തിൻ്റെ കോലായ അശൂർ എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇന്ന് ഇസ്ലാം ലോകത്തിൻ്റെ മുഴു ലോകത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണല്ലോ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും അതിനകത്തൊരു വലിയ ഉദ്ദേശം, മനുഷ്യൻ വിഗ്രഹാരാധനയിൽ കൊടികുത്തി വാണ കാലത്തിൽ ഏകസത്യ ദൈവമേ ഉള്ളെന്ന് വിളിച്ചു പറയേണ്ട രണ്ട് ജനതകളാണ് യഹൂദനും ക്രിസ്ത്യാനിയും. പക്ഷേ മോവാബ് ദേശത്തിൽ വെച്ച് ഇസ്രായേലിൽ സംഭവിച്ച പോലെ ക്രിസ്ത്യാനികളിൽ നല്ല ശതമാനം ഉപദ്രവകാലമെല്ലാം കഴിഞ്ഞപ്പോൾ, സ്വസ്ഥതയും സമാധാനവും പണവും ജീവിത സൗകര്യം വർദ്ധിച്ചപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അരാജകത്വവും മദ്യപാനവും പെറുക്കൂത്തും വ്യഭിചാരവും വർദ്ധിച്ചു വന്ന കാലത്തിൽ രണ്ട് ശക്തികളെ ദൈവം അനുവദിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് കമ്മ്യൂണിസം. സാർ ചക്രവർത്തിമാരുടെ ദുർഭരണം ശക്തിപ്പെട്ട കാലത്തിൽ സാർ ചക്രവർത്തിയുടെ ഏകാധിപത്യവും സ്വേച്ഛാധിപത്യക്കെതിരായി കമ്മ്യൂണിസം നിലവിൽ വന്നു. ഏതൊരു പ്രസ്ഥാനം വരുമ്പോഴും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കോപത്തിൻ്റെ കോലായ അശൂർ. പക്ഷേ അതിന് കുറേ കാലങ്ങളതുണ്ട്. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസവും നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും അതില്ലാതായി എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയതായ ഇസ്രായേൽ ജനം അവരുടെ ശാസ്ത്രിമാരും പുരോഹിതന്മാരെ കുറിച്ച് പറയുമ്പോൾ യേശു അവരെ പരസ്യമായി ഖണ്ഡിച്ചു കളയുകയാണ്. ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, ഇല്ലേ? എവിടാ? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രസ്ഥാനത്തെ മറിച്ചു കളയുകയാണ്. പുതിയ ആയത്തുകൾ, ഇസ്രായേലിൽ പോലും പ്രവാചകന്മാർ പുതിയ പുതിയ ആയത്തുകൾ ഇറക്കി ദൈവത്തിൻ്റെ കൽപ്പനയെ അവർ നിരാകരിക്കുമ്പോൾ യേശു അതിന് ശക്തമായിട്ട് പ്രതികരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഉദാഹരണം, അപ്പനും അമ്മയും ബഹുമാനിക്കുക എന്ന് ദൈവത്തിൻ്റെ കൽപ്പന ഇരിക്കുമ്പോൾ അത് വേണ്ട, അവരുടെ ദേവാലയത്തിൽ കൊണ്ടുപോയി വലിയൊരു വഴിപാട് അർപ്പിച്ചു കഴിഞ്ഞാൽ ആ വഴിപാട് അർപ്പിക്കുന്നവന് ഇനി അപ്പനും അമ്മയും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ആയത്ത് അവർ ഇറക്കി കഴിഞ്ഞു. അങ്ങനെ എന്തെല്ലാം ദൈവവിരുദ്ധമായ പ്രമാണങ്ങളാണ് ഇസ്രായേലും ആ കാര്യത്തിൽ ഇറക്കിക്കൊണ്ടിരുന്നത് നോക്കണം. ഇന്ന് പല മതങ്ങളും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യ മതത്തിലില്ലേ, ഒരു ദൈവത്തെ അല്ലെങ്കിൽ ഏകസത്യ ദൈവത്തെ ആരാധിക്കാവെന്ന് പറയുമ്പോൾ തന്നെ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് 10 കൽപ്പനകൾ എഴുതി കൊടുത്തതിന് ശേഷം ക്രിസ്തീയ മതത്തിൽ പേഗൻ സംസ്കാരങ്ങൾ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെടാതെ വന്ന കാലത്തിൽ പിന്നീട് നോക്കുമ്പോൾ അനേക വിഗ്രഹങ്ങൾ ക്രിസ്തീയ മതത്തിൽ വന്നില്ലേ? അത് ദൈവേഷ്ടമാണോ? അതിന് എത്ര ന്യായം പറഞ്ഞാലും അത് കൽപ്പന വിരുദ്ധമാണ്. അങ്ങനെ ഏത് മതത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും മേളിൽ വരുന്ന നേതാക്കന്മാർ ഓരോ കാലഘട്ടങ്ങളിലും തങ്ങളുടെ അഭിരുചിക്കൊത്തവണ്ണം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇംഗ്ലണ്ടിൽ ഹെൻറി 8-ാമൻ രാജാവ് ഒരു സഭയോടുകൂടി ഇരിക്കുമ്പോൾ ഒരു ഭാര്യ, ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കാമെന്നുള്ള ക്രിസ്തീയ നിയമം ഇരിക്കുമ്പോൾ താൻ എന്ത് ചെയ്തു?
തനിക്ക് പിന്നെ പലരെയും സ്വീകരിക്കണം. അതിനുവേണ്ടി അന്നത്തെ സഭയുടെ പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് താൻ തന്നെ ഇവിടെ ഒരു സഭയുണ്ടാക്കി. അവിടെ ഒരു ബിഷപ്പിനെ വാഴിച്ചു. അതിൻ്റെ പിൻഗാമികളല്ലേ ക്രിസ്തീയ മതത്തിൽ പിന്നെയും കുറേ പേര്. അപ്പോൾ ക്രിസ്തീയ മാർഗം വേറെ, ക്രിസ്തീയ മതം വേറെ. ഇപ്പം നാം പിൻപറ്റുന്നത് ക്രിസ്തു മാർഗത്തെയാണ്. അത് ഓർത്തിരിക്കണം. നമ്മൾ ക്രിസ്തു മാർഗത്തെയാണ് പിൻപറ്റുന്നത്. അങ്ങനെ പിൻപറ്റി വരുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഈ കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളല്ല ആലയം. നാം ആണ് ദൈവത്തിൻ്റെ ആലയം. 1 കൊരിന്ത്യർ 3:16 വായിക്കുമ്പോൾ വായിച്ചേ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വായിച്ചേ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം നാമാണ് ദൈവത്തിൻ്റെ മന്ദിരമെന്നൊരു ബോധ്യം അറ്റ്ലീസ്റ്റ് പെന്തിക്കോസുകാർക്ക് എങ്ങനെ ഉണ്ടാകേണ്ട കാലമാണ്. നമ്മളുണ്ടാക്കുന്ന ഹോള് അത് കൂടി വരാൻ വേണ്ടി മാത്രമാണ്. അത് ഓലഷെഡിൽ ആരാധിച്ചിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും ആരാധിച്ചിട്ടുണ്ട്. അവിടെ ആരാധിക്കുന്ന നാമാണ് ദൈവത്തിൻ്റെ പ്രസാദം. അതുകൊണ്ടാണ് ഇസ്രായേലിനെ വീണ്ടും തിരുത്തി. നിങ്ങൾ ആ മത്തായിയുടെ സുവിശേഷം 23 വായിക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? നിങ്ങൾ മന്ദിരത്തിൽ അർപ്പിക്കുന്ന, യാഗപീഠത്തിൽ അർപ്പിക്കുന്ന സ്വർണത്തിനെ കൊണ്ട് സത്യം ചെയ്യുന്നതാണ്. അതാ സ്വർണത്തിന് വില കൊടുക്കുന്നു, യാഗപീഠത്തിന് വിലയില്ല. അപ്പോൾ സ്വർണത്തെ വിശദീകരിക്കുന്ന യാഗപീഠമാണോ എന്ന് കർത്താവിനെ തിരുത്തിയുണ്ടായി. അപ്പോൾ ദൈവത്തിന് വിലയേറിയ നമ്മളാണ്. നമ്മുടെ സ്ഥാപനങ്ങളോ സംഘടനകളോ അല്ലെങ്കിൽ നമുക്കുള്ളതല്ല, നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരം. അപ്പോൾ ഈ മന്ദിരത്തെ ദൈവം വസിക്കത്തക്കവണ്ണം വിശുദ്ധമായി കാണപ്പെടണം. ദൈവിക പ്രമാണങ്ങൾക്കൊത്തോടെ ഇതിനെ കൊണ്ടുപോകുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറുകയാണ്. അപ്പോൾ പെന്തിക്കോസ്തുകാരായ നമ്മൾ തന്നെ നോക്കുക, ദൈവ പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവേഷ്ടപ്രകാരം ജീവിച്ചു മുമ്പോട്ടുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. നമുക്ക് ഈ മാർഗത്തോട് എന്തോ ഒരു സ്നേഹമാണ്, ഈ മാർഗത്തിലുള്ളവരോട് എന്തോ ഒരു സ്നേഹമാണ്. എന്നാൽ പെട്ടെന്ന് പാപം പ്രവേശിക്കട്ടെ, പാപത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മൾ ശത്രുക്കളാണ്. ഇവൻ സുവിശേഷ വേലക്കാരോട് തങ്ങളുടെ തീരുമാനവും പ്രതിഷ്ഠയും മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആ തീരുമാനത്തിൽ നിന്നോ പ്രതിഷ്ഠയിൽ നിന്നോ പെട്ടെന്ന് താഴോട്ട് പോകുന്നെങ്കിൽ ഉടനെ അവർ ചിന്തിക്കുന്നത്, ഞങ്ങൾ പുറത്താക്കപ്പെടും, ഞങ്ങളെ തള്ളിക്കളയും. അല്ലെങ്കിൽ പിന്നീട് അവരെന്ത് ചെയ്യും? ഒരു കൂട്ടർ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടുമ്പോൾ വേറൊരു കൂട്ടർ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആദാവുവായും വസ്ത്രം തുന്നിയതുപോലെ തുന്നാൻ പോകും. അങ്ങനെ പോകുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് നടത്തിപ്പിനോട് അല്ലെങ്കിൽ നടത്തിപ്പുകാർ ചിലപ്പോൾ ചില ശിക്ഷകൾ, ചില താക്കീതുകൾ തരുമ്പോൾ അവർക്ക് സഹിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ അവർ ശത്രുക്കളായിട്ട് കാണുകയാണ്. ആ ബാലശിക്ഷയ്ക്ക് അവർ തയ്യാറാകാതെ വരുന്നു. അന്നു മുതൽ നോക്കുക, പാപം പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് ശത്രുത്വം അനുഭവിക്കും. കാരണം സാത്താനാണ്. ആ വീണ് പോയ ലൂസിഫറിൻ്റെ ആത്മാവ് കയറി വീഴുന്നതുകൊണ്ടാണ്. അത് ഇന്നും നമുക്കങ്ങനെയല്ലേ ഉണ്ടല്ലോ. നമ്മൾ എത്ര വലിയ വിശ്വാസികളും ശുശ്രൂഷകരാണെങ്കിലും പാപം പ്രവേശിക്കുമ്പോൾ നമ്മുടെ നിലമ മാറുകയാണ്. അതുകൊണ്ടാണ് പാപത്തിൻ്റെ ശമ്പളം മരണം, ശത്രു. അതുകൊണ്ട് ഉടനെ അതിനുള്ള വഴി എന്താ? ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരഞ്ഞ് ശുദ്ധീകരിക്കുക മാത്രം എന്നുള്ളതാണ്, അല്ലേ? 107 സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവയോടുള്ള നിലവിളിക്കുന്നതിനാൽ ദൈവം അതിനുള്ള പരിഹാരം തരുന്നുണ്ടല്ലേ? വായിച്ച് 107 സങ്കീർത്തനത്തിൽ 107:19 വായിച്ച്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. കഷ്ടതയിൽ നിലവിളിച്ചു, ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചെന്നാണ്. നമ്മളെ ഞെരുക്കുന്ന ചില സമയങ്ങളുണ്ട്. ചില ട്രാഫിക് ബ്ലോക്ക് പോലെയാണ്. അത്യാവശ്യമായിട്ട് പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. മനസ്സ് മരവിച്ച് മടുത്തു പോകുന്നൊരു സമയം പോലെയാണ്. ഇതുപോലെയാണ് ചില സമയം ആത്മീയമായി മുൻപോട്ട് ജീവിക്കുന്ന സമയത്തിൽ 2 കാര്യങ്ങളാണ്. ശാരീരിക കഷ്ടങ്ങൾ വന്നാലും അത്രയും വരത്തില്ല. പക്ഷെ മാനസികമായ കഷ്ടങ്ങൾ, പാപത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വാടുമ്പോൾ നമ്മൾ അറിയാതെ വളരെ താഴേക്ക് പോവുകയാണ്. അവിടെ ഇന്ന് യഹോവയോട് നിലവിളിക്കുക മാത്രമേ ഉള്ളൂ. വേറെ ഒരു സൊല്യൂഷനുമല്ല, ന്യായീകരണമല്ല. പിന്നെ തെറ്റിന് ന്യായീകരണമല്ല. ന്യായീകരണം കാണിച്ചാൽ ദൈവത്തിന് വിടുതൽ കിട്ടുകയില്ല. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പം അങ്ങനെയുള്ള വീഴ്ചകൾ മനുഷ്യന് വരുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. കരഞ്ഞ് നിലവിളിച്ച് യഥാസ്ഥാനപ്പെടുമ്പോഴേയും മറ്റൊന്നിന് പോകരുത്. ആ യഥാസ്ഥാനത്തിനുള്ള സമയമാണ് നമുക്കിപ്പോൾ, ഇല്ലയോ? സങ്കീർത്തനക്കാരൻ പല സ്ഥലത്ത് പറയുന്നത്, യഹോവേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ.
തെക്കേ നാട്ടിലെ തോടുകളെ പോലെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ, യഥാസ്ഥാനപ്പെടുത്തണമേ. തെക്കേ നാട്ടിലെ തോടിൻ്റെ ഗുണം, അത് മഴക്കാലത്തും വെള്ളം വരും, മഞ്ഞുകാലത്തിൽ തിരിച്ചു വെള്ളം ഇങ്ങോട്ട് വരും. അപ്പോൾ ദൈവത്തിലുള്ള കൃപ, അതാണ് നമുക്ക് ആവശ്യം. ആ കൃപയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ കാലം നിൽക്കാൻ സാധ്യതയുള്ളൂ. കാരണം ലോകം മുഴുവൻ പാപത്തിൻ്റെ ശക്തി, ജഡത്തിൻ്റെ ശക്തി, സ്വയത്തിൻ്റെ ശക്തി ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഞെരുക്കത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. വായിച്ചു വീണ്ടും ആ വാക്യം 107:19. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. നോക്കണം, വിടുവിക്കുക മാത്രമല്ല, ദൈവത്തിന് നമ്മെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് ആമോസിൻ്റെ പുസ്തകം 9:12 വായിച്ച്, വീണുപോയ ദാവീദിന്റെ കൂടാരം, വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു. ഇവിടെ ഇസ്രായേൽ ജനങ്ങളുടെ വീണ് വീഴ്ചയുടെ കാര്യം നമുക്കറിയാം. അവർ യെരമ്യാ പ്രവചനത്തിലും 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിലും 2 ദിനവൃത്താന്തം 36-ലും രാജാക്കന്മാർ പുസ്തകം വായിക്കുമ്പോൾ അവരുടെ വീഴ്ചയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവർ പ്രവാസത്തിലേക്ക് പോയി. ബാബേൽ പ്രവാസം BC 600 കാലയളവിൽ ഇറാഖിലെ സാമ്രാട്ടായ നെബൂഖദ്നേസർ രാജ അവരെ ക്യാപ്റ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയി. അവരുടെ ആലയം പൊളിച്ചു കളഞ്ഞു. മനോഹരമായ സൊലൊമോൻ പണിയിച്ച ആലയം തീക്കിരയാക്കി കളഞ്ഞു. നോക്കണം. എന്നാൽ വീണ്ടും ദൈവത്തിൻ്റെ വാക്യമുണ്ട്, അവരെ വീണ്ടും വിടുവിക്കും. യിരെമ്യാ 25-ലും 29-ലും തോന്നുന്നില്ലേ, അവിടെ വായിക്കുമ്പോൾ വീണുപോയ ദാവീദിന്റെ കൂടാരം 70 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും അവരെ യഥാസ്ഥാനപ്പെടുത്തും. അപ്പോൾ ആ 70 വർഷത്തിൽ മാനസാന്തരപ്പെടാൻ സമയം കൊടുത്ത് ചിലർ മാനസാന്തരപ്പെട്ട്, ചിലർ തന്നിഷ്ടം കാണിച്ച് മരുഭൂമിയിൽ പെട്ടുപോയി. അങ്ങനെയാണ് വീണ്ടും എസ്രാ, നെഹമ്യ, ഹഗായി, സക്കറിയ, ഈ പുസ്തകം വായിച്ചാൽ അറിയാം, അവരുടെ മേൽനോട്ടത്തിൽ വീണ്ടും വന്ന സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആലയം, സെരുബ്ബാബേലിൻ്റെ ആലയം പണിയപ്പെട്ടു. ഈ ആലയങ്ങൾ നമുക്ക് നിഴലും ദൃഷ്ടാന്തമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, ശുശ്രൂഷകരെ, ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചെങ്കിൽ പിന്മാറിപ്പോകുന്നതല്ല, നാമോ നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടത്തിലേക്കല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് പിന്മാറ്റത്തിലേക്ക് പോയാൽ അവിടെ ആരാ? ശത്രു കാത്തിരിക്കുകയാണ്. യേശു തന്നെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ഒരു മനുഷ്യൻ, യെരുശലേമിൽ വസിച്ച മനുഷ്യൻ യെരിഹോയിലേക്ക് പോവുകയാണ്. യെരിഹോ എന്ന് പറയുന്നത് ഏതാ? വരൾച്ചയുടെ സ്ഥലമാണ്. വരൾച്ചയുള്ള യാതൊരുവിധമായ നന്മയുമില്ലാത്ത ഒരു സ്ഥലമാണ് യെരിഹോ എന്ന് പറയുന്നത്. ആ വഴിയെ പോകുമ്പോഴുള്ള കള്ളന്മാരും കൊള്ളക്കാരും സത്യമില്ലാത്തവരും നീതിയില്ലാത്തവരും ഒക്കെ വസിച്ചു പോകുന്നൊരു സ്ഥലമായി മാറി. യെബൂസ്യരുടെ താവളമാണ് യെരിഹോ എന്ന് പറയുന്നത്. യെരിഹോ കോട്ട പിടിച്ചെങ്കിലും ആ യെബൂസ്യരുടെ ശക്തി, അവരെന്താ പ്രശ്നം? കുറ്റം കണ്ടുപിടിക്കുക, മറ്റുള്ളവരെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, ഇതൊക്കെയാണ് യെബൂസ്യ ശക്തി എന്ന് പറയുന്നത്. അതാണ് യെരിഹോവിലെ നിവാസികൾ. എന്നാൽ ഇവിടെ യെരുശലേമിൽ വസിച്ചിരുന്നൊരു മനുഷ്യൻ എന്ത് ചെയ്തു? യെരിഹോവിലേക്ക് പോയി. വഴിമധ്യേ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. ഒരു കാര്യം ഓർത്തോണം, നമുക്ക് നിലനിൽക്കുന്നത്, നമ്മുടെ നിലനിൽപ്പിന് ഈ കൂട്ടായ്മ, ഈ ബന്ധം വളരെ അനിവാര്യമാണ്. ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ആരോടാ? യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയോ, വായിച്ച 1:1 വാക്യം, ഞങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. ജീവന്റെ വചനം. ഒന്നാമത് നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തോടാണ്. ഈ വചനം നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾ യെരിഹോവിലേക്ക് പോവുകയാണ്, സാത്താൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകും. അപ്പം ജീവന്റെ വചനം, ഈ വചനത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. 119, 105 സംഖ്യത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. 119 സങ്കീർത്തനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. 130 വാക്യത്തിൽ വായിക്കുമ്പോൾ നിൻ്റെ വചനത്തിൻ്റെ വികാസനം എന്നെ പ്രകാശപൂർണ്ണമായി തീർന്നു. വായിക്ക് 119, 130. നിന്റെ വചനങ്ങളുടെ വായിച്ചോ? നിന്റെ വചനങ്ങളുടെ അനാവരണം പ്രകാശപ്രദമാകുന്നു. നിന്റെ വചനങ്ങളുടെ വായിച്ചു, അതിനകത്ത് വായിച്ചു, നിന്റെ വചനങ്ങളുടെ വികാസനം, നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. പ്രകാശപ്രദം, അനാവരണം, നമ്മെ നിറയ്ക്കുന്ന
നമ്മളെ പ്രകാശപ്രദമാക്കി മാറ്റും. അത് നട്ടുച്ച വരെയും അധികം അധികം പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ബന്ധം നഷ്ടപ്പെടുത്തരുത്. അതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് പറയാനുണ്ട്. രണ്ടാമത് നോക്കണം, ഞങ്ങൾ കണ്ടതും കേട്ടതും വായിച്ചേ. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു. ഈ വചനത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. ഈ വചനത്തെ വിട്ടിട്ട് കൂടുതൽ സമയവും ഓരോ റീലും മറ്റത് മറിച്ചുമല്ല ഇട്ടിരിക്കുന്ന ആ യൂട്യൂബിൽ ഇത് കണ്ടിങ്ങനെ പോയാൽ, അല്ലെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോയാൽ നിങ്ങളുടെ അകത്ത് ജീവൻ മരണമായി പോകും. ജീവനുള്ളൊരു മനുഷ്യനെ ഒരു ഡെഡ് ബോഡിയോട് ചേർത്ത് കെട്ടിവെച്ച് നോക്കി കുറേ സമയത്തിനുള്ളിൽ അവൻ മരിച്ചു പോകും. കാരണം ഈ മരണത്തിന് ജീവനെ വലിച്ചെടുക്കുക. ഏത് ജീവൻ? സാധാരണ ജീവൻ. എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ജീവനുണ്ടെങ്കിൽ ആ മരണത്തെ ജീവനാക്കി മാറ്റാൻ കഴിയും. അതാണ് യേശു ലോകത്തിൽ വന്നത്, അക്ഷയമായ. അവിടെ ദൈവവൈദ്യനെ, നീ ഒരു ജീവൻ്റെ വചനമാണെങ്കിൽ നിനക്ക് ലോകത്തിൽ എവിടെയും പോകാം, ഏത് പാതാളത്തിനും പോകാം. കാരണം അവിടെ നിന്നിലുള്ളത് ജീവൻ്റെ വചനമാണ്. ഞാൻ മദ്രാസിലിരിക്കുന്ന സമയത്തിൽ ഒരു നല്ല ജിംനാസ്റ്റിക് മെഡൽ നേടിയതായ ഒരു ചെറുപ്പക്കാരൻ, നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ യാദൃശ്യമായി പരിചയപ്പെട്ടു. അവൻ്റെ കൂട്ടുകാരനാണ് കൊണ്ടുവന്നത്. കൂട്ടുകാരൻ ഒരു SP യുടെ, ആ കാലത്തിൽ മദ്രാസിലൊരു SP, സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ ഒരു മകനാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അസ്വസ്ഥത നിറഞ്ഞ സമയത്ത് ഞാനിന്ന് മദ്രാസിൽ കെല്ലീസിലിരിക്കുക. എന്നെ ഒന്ന് കാണുകയും ഞങ്ങളുടെ യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഈ സഹോദരനാണ് മറ്റേ സഹോദരനെ വിളിച്ചുകൊണ്ട് വന്നത്. നല്ല യോഗ്യനായ ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ. പക്ഷെ തന്നോട് സംസാരിച്ചു, താൻ രക്ഷിക്കപ്പെട്ടു. ഞങ്ങളിങ്ങനെ സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അല്ല ബ്രദറെ, എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം, എനിക്ക് വളരെ മനസ്സിൽ വളരെ ഭാരമുള്ളൊരു വിഷയമാണ്. ഞാൻ ചോദിച്ചു, എവിടാ? അപ്പോൾ ഇവനെ മാനസാന്തരപ്പെടാനുള്ള കാരണം, ഇവനൊരു സുന്ദരിയായ, നല്ല അല്പം വിദ്യാഭ്യാസം സുന്ദരിയായ ഒരു പെണ്ണിനെ പരിചയപ്പെട്ടു. ഇവർ തമ്മിൽ സ്നേഹമായി. പക്ഷേ ആ പെണ്ണ് ഇവനെ ചതിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവനെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം അവൾ വാസ്തവമായിട്ട് എന്നോട് സ്നേഹിക്കാതെ, പക്ഷേ ഇവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തൊരു സ്ത്രീയാണ്. അപ്പോൾ അത് പിന്നീടാണ് താൻ അറിഞ്ഞത്. ഇവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു എന്നും അറിഞ്ഞ സമയത്ത് ഇവൻ തകർന്നു പോയി. അങ്ങനെ ഇവൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇവനോട് ഈ പെൺകുട്ടിയുടെ കഥ അവൾ പറഞ്ഞിരുന്നു. വളരെ ദയനീയമായ കഥയാണ്. പക്ഷേ ഇങ്ങനെ ഈ കാര്യം മാത്രം മറച്ചു വെച്ചിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങൾ. അപ്പോൾ ഇവനെ പരിശുദ്ധാത്മാവിഷം പ്രാപിച്ചതിന് ശേഷം ഇവന് വളരെ നിർബന്ധം. അവിടെ വലിയൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് സെൻ്ററാണ് മദ്രാസ് സിറ്റിയിലെ. അവർക്കിപ്പുറത്ത് ബംഗ്ലാവൊക്കെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു കെട്ടിടത്തിലാണ് ഇത് നടക്കുന്നത്. എന്നോട് പറഞ്ഞ്, ബ്രദർ വന്ന് ഇവർക്കൊരു സുവിശേഷം പറയണം, ഇവർ മാനസാന്തരപ്പെടണം. പലരും അറിയാതെ വന്ന് പെട്ടുപോയ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്, പഠിച്ചവരോട് പഠിക്കാത്തതാണ്. ഞാൻ പറഞ്ഞു, ആ വേശ്യാലയത്തിലേക്ക് ഞാൻ വരത്തില്ല, ഈ അമ്മയുടെ, ഈ സ്ത്രീയുടെ ഇത് നടത്തുന്നവരുടെ വീട്ടിലേക്ക് വരാം, അവരെല്ലാം ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. കുറച്ച് പേര് വന്നു. ഞാനിവിടെ സുവിശേഷം പറയാൻ എല്ലാം കരയുകയായിരുന്നു. എല്ലാവരും കരയുകയാണ്. കാരണം നോക്കണം, അപ്പോൾ അതിനാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളിൽ ജീവൻ്റെ വചനം ഇല്ലാതാണ് നമ്മൾ പോകുന്നെങ്കിൽ, ഇപ്പോൾ പൗലോസും ശീലാസും കള്ളന്മാർ കൂടെയാണ് കിടക്കുന്നത്. ആ കള്ളന്മാർ കൂടെ കിടക്കുന്ന സമയത്തിൽ അവർ പാടി സ്തുതിച്ച് ആരാധിച്ചപ്പോൾ കാരാഗരത്തിൻ്റെ അടിസ്ഥാനം ഇളകി. ഇത് നമ്മൾ സൂക്ഷിച്ചോളാം. നമ്മളിൽ ദൈവസാന്നിധ്യം കുറഞ്ഞിരിക്കുമ്പോൾ സാത്താന് പെട്ടെന്ന് നമ്മളിൽ പ്രവർത്തിക്കാം. അത് ഏത് ഭാഷമാരിലായിരുന്നാലും ശരി. ആ സമയത്ത് നീ വളരെ ജാഗ്രതയായിരിക്കണം. ഞങ്ങളുടെ കൂട്ടായ്മയോ വായിച്ചേ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് കൂടി ആകുന്നു. അവിടെ നമുക്ക് ദോഷം വരത്തില്ല. കാരണം ലോകത്തെ ജയിച്ചവനാണ്, പിശാചിനെ ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ്. ഇതേ സമയം നമ്മൾ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കൂട്ടുകൂടുന്നെങ്കിൽ ആ സ്പിരിറ്റ് നമുക്ക് കയറും. നിങ്ങളൊരു വീട്ടിൽ ചെന്ന് ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നേ, ലോഹ്യം പറഞ്ഞുകൊണ്ടിരുന്നേ, ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. പക്ഷെ നിങ്ങളിലുള്ള അത് ചോർന്നുകൊണ്ടേയിരിക്കും. അതേസമയം നിങ്ങൾ ചെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പോരാങ്കിൽ ഒരു കുഴപ്പമില്ല. അവിടെ കൂട്ടുകെട്ട്, വീടുകൾ വിസിറ്റിങ്, സൽക്കാരങ്ങൾ, ഇതെല്ലാം സൂക്ഷിക്കണം ഈ കാലത്തിൽ ശരിയായി മുമ്പോട്ട് പോകുന്നവർ. അപ്പം ഞങ്ങളുടെ കൂട്ടായ്മയോ നോക്കണം, കർത്താവിനോടും പിതാവിനോടും ആയിരിക്കുന്നത് പോലെ വായിച്ചേ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും
അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു ആകുന്നു. ആ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. നോക്കണം, യഥാർത്ഥമായ ദൈവരാജ്യത്തിന് സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ അവിടെ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഞങ്ങളോട് കൂട്ടായ്മ എടുക്കുക. അല്ല ജുബായിട്ടവരായതുകൊണ്ട് കാര്യമൊന്നുമില്ല. ജുബായിട്ടവരോട് എത്രയോ ചിലരോടൊക്കെ കൂട്ടായ്മ കൂട്ടിയിട്ട് എന്തെല്ലാം ദോഷം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടായ്മ എടുക്കുമ്പോൾ ഇവരിൽ ജീവനുണ്ടോ, ശക്തിയുള്ളവരാണോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഒരിക്കൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനോട് പറയാം, നീ കൂട്ടുകൂടും നിന്നേക്കാൾ അല്പമെങ്കിലും സ്റ്റാൻഡേർഡുള്ളവരോടായിരിക്കണം, കാരണം എന്തെങ്കിലും നന്മ അവരിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്നോട് കൂട്ടുകൂടാനും പലരും വരത്തില്ലേ സ്റ്റാൻഡേർഡ്? അത് പറഞ്ഞോട്ടെ, അപ്പോൾ നിനക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. കൊള്ളാവുന്ന കൂട്ടുകാരോട് വരുമ്പോൾ നിനക്കൊരു അനർത്ഥം വന്നാലും അവർ നിന്നെ സഹായിക്കാൻ കാണും. അപ്പോൾ നിനക്ക് മറ്റുള്ളവരെ സഹായിക്കും. അതാണ് ആ യൂട്ടിലിറ്റി, അല്ലെങ്കിൽ ഇത് പറയും ബഹുസ്വരം എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു ഭാഗ്യമാണ്. അതിനകത്തൊരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മ ഒന്നാമത് നമ്മൾ ദൈവത്തോട് വയ്ക്കുകയാണ്. അത് കളയരുത് കേട്ടോ. വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ കൂടി വീടുകൾ വിളിച്ചു കയറ്റി മോവാബിയരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിയുമ്പോൾ അവസാനം വലിയ അപകടങ്ങളുണ്ടാകും. അങ്ങനെയുള്ള എത്രയോ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുകൊണ്ടാണ് അവിശ്വാസികളോട് എന്ത് ചെയ്യരുത്, സഹകരിക്കരുതെന്നല്ല, ആ സഹകരിക്കണമെങ്കിൽ നമുക്കുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. നമുക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ആ ശക്തി നമ്മളിലേക്ക് കയറും. കാരണം ഇസ്രായേൽ ജനം മോവാബിയിലൂടെയായിട്ട് ഇടപെടപ്പോൾ മോവാബി ശക്തികളെല്ലാം അവരിലേക്ക് കയറി. അതാണ് വേർപാടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇസ്രായേൽ വീഴ്ചയ്ക്ക് സംഭവിച്ചത്. എങ്കിലും വീണുപോയ ദാവീദിൻ്റെ കൂടാരത്തെ അവർ പണിയും. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞ വലിയൊരു ബന്ധമാണ്. നമ്മൾ വേദപുസ്തകം എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എസ്ര 8:21 വായിച്ച്, ഈ ബാബേൽ പ്രവാസത്തിൽ നിന്ന് വീണ്ടും ആലയം പണിയാൻ വരുമ്പോൾ എസ്ര വഴിക്ക് മധ്യേ അഹവ എന്ന് പറയുന്ന ഒരു ആറ്റരികത്തിൻ്റെ അടുത്ത് വന്ന് ഒരു പ്രാർത്ഥനാ കൂട്ടം അവിടെ ഉണ്ടാക്കി, ഒരു സമ്മേളനം ഉണ്ടാക്കി. വായിച്ചേ. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് നിങ്ങൾക്കൊരു ശുഭയാത്ര വേണ്ടേ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ യാത്ര ഒരു ശുഭയാത്രയായി തീരട്ടെ. തന്നെയല്ല, നമ്മുടെ ലക്ഷ്യം എവിടെ ആയിരിക്കണം? ശുഭ തുറമുഖത്തെത്തണം. ഇവിടെ എസ്രാ പറയും, നമ്മുടെ ശുഭയാത്ര സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ശുഭയാത്രയായിരിക്കണം ഇനി നമ്മുടെ ലക്ഷ്യം. ഈ ലോകത്തിൽ മല്ല് പിടിച്ച് കുറേ ഉണ്ടാക്കി കൂട്ടി അങ്ങ് തലം പുറകെ വന്നോളും. നമ്മൾ ദൈവത്തിൻ്റെ പ്ലാനിൽ പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എല്ലാം കരുതും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് അത് അത്യാവശ്യം മതിയല്ലോ. ആവശ്യമില്ലാതെ സമ്പാദിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ കാലത്തിൽ 2 കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഒന്ന്, സ്വർണത്തിന് വിലയില്ലാതായിത്തീരും. 2027 ഞാൻ പറയുന്നതല്ല, ലോക നേതാക്കന്മാർ പലരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞു. ഡിജിറ്റൽ സംവിധാനം, ക്യാഷ്ലെസ് സൊസൈറ്റി, കേട്ടില്ലേ? ക്യാഷ്ലെസ് സൊസൈറ്റി. ഇന്നെന്താ ATM എല്ലാം കൗണ്ടർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരേ ഒരു ATM സ്റ്റേറ്റ് ബാങ്കിൻ്റെ 3 എണ്ണം ഉണ്ടായിരുന്നു, അത് 2 എണ്ണം കളഞ്ഞു വരണം. ഞാനും അതിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കുന്ന സമയത്തിൽ കുറേ പേര് ശപിച്ചിട്ട് പോകുന്നു. എപ്പോൾ വന്നാലും ഇത് തന്നെ ഗതികേട്, നാളെ ഇതെല്ലാമായിരിക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഗതികേട് വരും. കാരണം ഇതെല്ലാം മാറ്റപ്പെടാൻ പോവുകയാണ്. ക്യാഷ്ലെസ് സൊസൈറ്റി, പണം വേണ്ട കേട്ടോ, പണം ഇല്ലാത്തൊരു കാലം. പണത്തിന് മൂല്യം കൊടുക്കുന്നവരാ സ്വർണ്ണമാണ്. സ്വർണം ഡിപ്പോസിറ്റ് ചെയ്താണ് പണത്തിന്. അപ്പോൾ നാളെ സ്വർണം വെളിയിൽ എറിയുന്നൊരു കാലം വരും. കാരണം മനുഷ്യൻ മടുത്തു. ഇന്നിപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില കൂടിയിട്ട് എല്ലാം കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പം എന്നാ ഒരു പവൻ എത്രയാണ്? 60, 50? എത്ര? 97,000 രൂപ കേട്ടോ. ചില കഴിഞ്ഞ ദിവസം ഒരു അമ്മയുടെ മാലയും പറിച്ചുകൊണ്ട് പോയി അവൻ്റെ നഖം കൊണ്ട് ഇവിടെ എല്ലാം കീറിയതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കും, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പത്രാസ് കാണിക്കുന്നതെല്ലാം കൊണ്ടുപോകാം, നിങ്ങളുടെ കഴുത്ത് പോകും. വീട്ടിൽ രാത്രിയും പകലുമാണ്, രാത്രി ഉറക്കളിച്ചിട്ടുകൊണ്ടിരിക്കും, എന്നാലും വെളി കൊണ്ടിരുന്നതാണ് റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഏതായാലും ശരിയായ ബന്ധുക്കോസുകാർക്ക് വെളിയിൽ കാണിക്കത്തില്ല. പിന്നെ ചിലരിങ്ങനെ അത്യാവശ്യം വീട്ടിലവിടെ കണ്ടൊക്കെ പെട്ടിയുടെ അടിയിലൊക്കെ ഇങ്ങനെ പൂത്തി വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് എമർജൻസി കേസിന് ഇവിടെയുണ്ട്, ചിലരുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. എൻ്റെ ആത്മാവിൽ കാണുന്നുണ്ട് അങ്ങോട്ട്. കുഴപ്പമില്ല. പക്ഷേ 2027 മുമ്പായിട്ട് ക്യാഷ്ലെസ് സൊസൈറ്റി വരുമ്പോൾ എന്തു ചെയ്യും? സ്വർണത്തിന് വിലയില്ല, അതാ കയറി പോവും. അപ്പോൾ എങ്ങനെ ആയിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞു. കിലോ കണക്കിന് സ്വർണം പോരെങ്കിൽ ഇന്ന് ദൈവങ്ങളെന്ന് പറയുന്ന വിഗ്രഹത്തിൻ്റെ പുറത്തിരിക്കുന്ന സ്വർണ്ണം കൂടെ അടിച്ചു മാറ്റി ഇപ്പോൾ എല്ലാം അകത്ത് കിടക്കുകയാണ്. കാരണം അത്രയ്ക്ക് സ്വർണത്തിന് ആവേശമാണ്. നാളെ സ്വർണത്തിന് വില ബൈബിളുണ്ടല്ലോ അല്ലേ? എസെക്കിയേൽ 7:19
എസെക്കിയേൽ പ്രവചനം 7:19 പറയുന്നു, വായിച്ചേ. അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞു കളയും. വെള്ളി വീതികളിൽ എറിഞ്ഞു കളയും. കാരണം രക്ഷിക്കാൻ കഴിയുന്നില്ല, വിശപ്പിന് വെള്ളി കൊണ്ട് ഗുണവുമില്ല. അടുത്ത്, പൊന്ന് അവർക്ക് മലമായി തോന്നും. അപ്പോൾ രണ്ട് കാര്യമാണ്. നാളെ ഭക്ഷണമില്ലാത്തൊരു കാലം വരുന്നു, ക്യാറ്റ്ലെസ് സൊസൈറ്റി വരുന്നു. ഇങ്ങനെ ലോകചരിത്രം കുറേ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്ന് ഞാനതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് AI ക്യാമറ, മറ്റത് പല പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ ഇവിടുന്ന് പ്ലെയിനും വേണ്ട, ഒന്നും വേണ്ട, സെക്കൻഡുകളിലും മിനിറ്റുകൾ കൊണ്ട് ഇവിടുന്ന് അമേരിക്കയ്ക്ക് അയക്കാനുള്ള കണ്ടുപിടുത്തമാണ് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനത്തോടുകൂടി ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ബിനോയിച്ചന് അമേരിക്കയ്ക്ക് പോകണം. പുള്ളിക്ക് അവിടെ സ്വന്തക്കാരനൊരാളെ കാണണം. അപ്പോൾ ഇത് നമ്മൾ സ്കാനിങ് സെൻറ്റർ സ്കാനിങ് മിഷനിലേക്ക് കയറുന്ന പോലെ പുള്ളിക്കാരൻ അവിടെ ചിലപ്പോൾ ഡ്രസ്സിംഗ് റൂമുണ്ട്. കംപ്ലീറ്റ് വെക്കേറ്റ് ചെയ്തതിന് ശേഷം ആ സ്കാനിങ് മിഷൻ പോലെ ഇവിടെ കൊണ്ട് നിർത്തും. ഇദ്ദേഹത്തെ ഈ മാസ് വെലോസിറ്റി അല്ലെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ആറ്റമിക് കൺവേർട്ടറായിട്ട് മാറ്റും. അതാണല്ലോ കൺവെർഷനാണല്ലോ ഐസക് ന്യൂട്ടൺ അല്ലെങ്കിൽ എഡിസനെ കണ്ടുപിടിച്ചതല്ലേ കൺവെർഷൻ. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എനർജിയെ ഇലക്ട്രിക് സൗണ്ട്. ഈ കൺവെർഷൻ പോലെ തന്നെ ഈ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ ഉപയോഗിച്ച് ഇപ്പോൾ കണ്ടുപിടുത്തത്തിൻ്റെ മാക്സിമത്തിൽ എത്തിയിരിക്കുകയാണ് അവർ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്കാനിങ് സെൻറ്ററിലേക്ക് കൊണ്ട് നിർത്തിയിട്ട്, മെഷീനിലേക്ക് നിർത്തിയിട്ട് ഇവരെ മറ്റൊരു കൺവേർഷനിലേക്ക് മാറ്റി ഈ മെഷീനിലേക്ക് അയക്കും. അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ന്യൂയോർക്കിലെ, ന്യൂജേഴ്സിയിൽ എവിടെയെങ്കിലും കൊണ്ട് അവിടെ ചെല്ലണം. അപ്പോൾ അവിടുത്തെ ഈ സ്കാൻ സെൻറ്ററിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെലിപ്പോർട്ടേഷൻ സെൻറ്ററിലേക്ക് ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനായിട്ട് പരിണമിക്കും. പിന്നെ അതിനുള്ള വസ്ത്രമൊക്കെ ഇവിടെ കാണണം, അല്ലെങ്കിൽ പിന്നെ ജവളില്ലാതെ പോകേണ്ടി വരും. അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക 60% ആയെന്നാണ് പറയുന്നത്. ഇതേ കാണിക്കുന്നു. ഞാൻ നിങ്ങളൊരു മർമ്മം പറയാം. നാം രൂപാന്തരപ്പെടും. ഈ രൂപാന്തരത്തിൻ്റെ ശക്തിയിൽ ദൈവം കൂടെ അനുവദിക്കുകയാണ്. ഇതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടാൻ മനുഷ്യന് കണ്ടുപിടുത്തങ്ങളുടെ ജ്ഞാനം കൊടുക്കുകയാണ്. പക്ഷേ പൂർണ്ണമാകത്തില്ല. ബാബേൽ കോട്ട പണിത പോലെ ഈ സയൻസ് എല്ലാം അതിൻ്റെ പരിണാമത്തിലെത്തുമ്പോൾ, പരിധിയിലെത്തുമ്പോൾ അവിടെ വെച്ച് അവർ ഫെയിലിയറാണ്. കാരണം ദൈവം മനുഷ്യൻ വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈ കാലം ഈ സംവിധാനങ്ങൾ, അത് പിന്നീട് ഒരു ദിവസം പറയാം. ഇന്ന് നമ്മുടെ ദൂതിനകത്ത് അത് വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെള്ളി വീതികൾ എറിഞ്ഞു കളയും, പിന്നെ പൊന്ന് അവർക്ക് മലമായി തോന്നും. സ്വർണം മോഷനായിട്ട് പോകും, കക്കൂസായിട്ട് മാറുമെന്നാണ്. ചിന്തിച്ചു നോക്കി. കാരണം അത്ര കണ്ട് വെറുപ്പാകും. അത്ര കണ്ട് സ്നേഹിച്ച സ്വർണം വിലയില്ലാതായി തീരുമ്പോൾ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കടങ്ങളുണ്ടെങ്കിൽ കേട്ടോ, സ്വർണം വിറ്റ് കടം തീർത്തു, സ്വസ്ഥമായി ജീവിച്ചു, ഇല്ലേ ചെറിയൊരു ബിസിനസ് ഉണ്ടായി, എന്തെങ്കിലും കാര്യം നടത്തിക്കോ. നാളെ ഇതെല്ലാം വില. ഇതുപോലെ തന്നെ നോട്ട് കെട്ടുകൾ, എവിടെയെങ്കിലും ഇരിക്കുന്ന നോട്ട് കെട്ടിന് നാളെ വിലയില്ലാതായിത്തീരും. അപ്പോൾ മനുഷ്യൻ കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വരും. പണ്ട് നമ്മൾ കേട്ടില്ലേ, തിരുവല്ലായിലൊരു സംഘടനയുടെ കാറിനകത്ത് എത്ര 3.5 കോടി 4.5 കോടി രൂപയുടെ നോട്ട്, ഞാൻ അവിടെ പോയിരുന്നു കേട്ടോ, തൊട്ടടുത്ത് നമ്മുടെ ഒരു വിശ്വാസ വീടുണ്ട്. 4.5 കോടി രൂപയുടെ നോട്ട് കെട്ടിൽ ഇരുന്നിട്ട് അവർ മറന്നുപോയെന്നാണ് പറയുന്നത്. അത് എടുക്കാൻ മറന്നുപോയെന്ന്. കുറേ കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയോ ഇൻ്റലിജൻസിന് ആരോ പോയി തപ്പി നോക്കിയപ്പോൾ ഒരു കാറിനകത്ത് എന്തൊക്കെ ഇരിക്കുന്നു. അങ്ങനെ പൊക്കിയല്ലാതെ. അപ്പോൾ ഇതുപോലെ കെട്ടിടയ്ക്ക് നോട്ടുള്ളവർ അതുകൊണ്ട് ചിലവഴിച്ച് തീർത്തോണം. നാളെ ഒരു സമയം കഴിയുമ്പോൾ അതിന് വിലയില്ലാതായിത്തീരും. ഇങ്ങനെ മനുഷ്യൻ മടുക്കുന്നൊരു സമയം. ഇനി ആത്മഹത്യ ചെയ്യാൻ നോക്കിയാൽ അതിനും പറ്റാത്തൊരു കാലം. ആ ടെൻഡൻസി നിന്ന് മാറും. കാരണം ഇവിടെ അനുഭവിച്ച് തീർക്കണം. മനുഷ്യൻ മരണത്തെ കൊതിക്കും. ആ മരണത്തെ കൊതിച്ചിട്ട് മലയുടെ അടിയിൽ പോയി നിൽക്കുമെന്നാണ് കത്തോലിക്കരുടെ ശവസംസ്കാരത്തിൽ പാടത്തില്ലേ, മലകളെ ഞങ്ങളെ മൂടുവിൻ വേഗമെൻ ആരവം കേൾക്കുമെങ്ങും അവസാന വിധിയിൽ നീ അലിവാർന്നു. അപ്പം അവസാന ന്യായവിധിയിൽ മനുഷ്യൻ മരിക്കാൻ നോക്കും. കാരണം ശരീരത്തെ വെട്ടുകളി പോലുള്ളത് വന്ന് കുത്തുക, കുത്തി ഇവിടെ ചെറിയൊരു അട്ട കടിച്ചാൽ നമുക്കറിയാം അല്ലയോ, ഒരു അട്ടയുടെ കൊമ്പ് കൊണ്ടാൽ അന്നത്തെ മുഴുവൻ അസ്വസ്ഥം പോകും, ചൊറിച്ചിലും പിടിച്ചിലും. അങ്ങനെയെങ്കിൽ അവരെ മാസങ്ങളോളം ഈ തേളുകൾ കുത്താൻ പോവുകയാണ്. എന്തെല്ലാം അനർത്ഥങ്ങളാണ്. നമുക്ക് പിന്നീട് ഒരിക്കൽ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സമയമായതിനാൽ നമുക്കൊരു നല്ല സന്ദർഭമുണ്ട്. ഇവിടെ അഹവ ആറ്റിലേക്ക് എല്ലാവർക്കും വരിക. വായിച്ച്
എസ്രാ എന്ത് ചെയ്തു? എല്ലാവരെയും അഹവ ആറ്റിൻകരയിലേക്ക് കൊണ്ടുവന്നു. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി, ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും പിന്നെ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ എന്ന് പറഞ്ഞാൽ കൊച്ചുമക്കൾ വരെയും കേട്ടോ, മക്കൾ മാത്രമല്ല കൊച്ചുമക്കൾക്ക് വേണ്ടിയുള്ളതായ കരുതലായിരിക്കണം. അതുകൊണ്ട് ഓരോ പേരൻസും ഈ നാളുകളിൽ തങ്ങളെക്കുറിച്ചും തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും ഒരു വലിയ ഭാരം നമുക്കുണ്ടാകണം. യേശു പറഞ്ഞില്ലേ, യേശു കുരിശെടുക്കാൻ ചെന്നപ്പോൾ യേശുവിനെ നോക്കി അവർ കരഞ്ഞു. യേശു പറഞ്ഞു, എന്നെക്കുറിച്ച് കരയേണ്ട നിങ്ങളെയും വേറെ ആരെക്കുറിച്ച് നിങ്ങൾ ഭാരമുണ്ട്. നാളെ പിണറായി വിജയൻ എന്ത് സംഭവിക്കും, PT സതീശൻ എന്ത് സംഭവിക്കും, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അതൊക്കെ സംഭവാമി, എല്ലാം സംഭവിക്കേണ്ട പോലെ നടന്നോളും. മറ്റവർക്ക് എന്ത് സംഭവിക്കും? ഇപ്പോഴത്തെ അമേരിക്കയിലെ പോപ്പാണോ പ്രവാചകനായിട്ട് വരുന്നത്? അല്ലെങ്കിൽ ഇതെല്ലാം നടക്കേണ്ട പോലെ നടന്നുകൊള്ളും. കർത്താവ് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് അത്രയും മാത്രം ചെയ്താൽ മതി. വേറൊന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട. ഫെയ്ത്തോം പണിയെക്കുറിച്ച് ഭാരപ്പെടണ്ട, ആരെക്കുറിച്ചും ഭാരപ്പെടണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും. കറക്റ്റ്, അത് ആ പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇവിടെ ഇതാ അഹവ ആറ്റിൽ വായിക്കാം. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന്. നമുക്കൊരു ശുഭയാത്രയാണ് ആവശ്യം. എവിടുന്ന്? നമ്മൾ ഇവിടുന്ന് കടന്നു പോകേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ദുഃഖയാത്രയാകരുത്, വിലാപയാത്രയാകരുത്. വിലാപയാത്രയല്ല നമുക്ക് വേണ്ടത്, സന്തോഷയാത്രയായിരിക്കണം, ശുഭയാത്ര. ഈ ശുഭയാത്രയുള്ളവർ എവിടെ ചെല്ലും? ശുഭ തുറമുഖത്തെത്തും. 107 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ അവരെ ശുഭ തുറമുഖത്തിൽ കൊണ്ടെത്തിച്ചെന്നാണ്. 107 എത്രയാണ്? 29 വാക്യം വായിച്ച്, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട്. ഈ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേരെ വരുന്ന ഏത് കൊടുങ്കാറ്റിനെയും ശാന്തമാക്കാൻ ദൈവത്തിന് സാധിക്കും. ഏത് പ്രതിസന്ധികളെയും, ഈശാന മൂലം കാറ്റാകട്ടെ, മറ്റ് ഏത് നാശകാറ്റ് നമുക്ക് നേരെ വന്നാലും ശാന്തമാക്കാൻ ദൈവത്തിന് കഴിയും. അവിടെ എന്താ വായിക്കുന്നത്? ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖം. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു ശുഭ തുറമുഖത്തെ പറ്റി അവിടെ പറയുന്നുണ്ട്. 27:8 വാക്യം വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 27:8. അവിടെ ശുഭ തുറമുഖം വായിക്കാം. കരപറ്റി പ്രയാസത്തോടെ ലസയ്യ പട്ടണത്തിന് സമീപത്ത് ശുഭ തുറമുഖം എന്ന് പേരുള്ള സ്ഥലത്ത്, പ്രയാസത്തോടാണെങ്കിലും കരപറ്റുമ്പോൾ നാം ചെന്നു ചേരുന്നത് ശുഭ തുറമുഖത്തായിരിക്കും. ശോഭയേറുമു നാടുണ്ടതിൽ കാണാമേ ദൂരവിശ്വാസത്താ താതൻ വാസം നാമോരുക്കി കാത്തു വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാം അവിടെ ചെല്ലുമ്പോൾ കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ സ്തേഫാനോസിനെ സ്വീകരിച്ചതുപോലെ നമ്മെ സ്വീകരിക്കാൻ ദൂതന്മാരല്ല, നമ്മുടെ ആത്മമണവാളൻ തന്നെ നമ്മെ സ്വീകരിക്കാൻ കാണും. ആ യാത്രയ്ക്ക് വേണം ഈ കാലത്ത് ഒരുങ്ങുവാൻ. അതിനെന്ത് ചെയ്യണം? ഇവിടെ എസ്രാ പറയുന്നു, ആ അഹവാ തീരം. അഹവാ തീരം എന്ന് പറഞ്ഞാൽ എന്താ? വാലി ഓഫ് ഫെലോഷിപ്പ് എന്നാണ്. അഹവായുടെ ഒരു മീനിങ് ഫെലോഷിപ്പ് എന്നാണ്. വാലി ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ തീരം. വായിച്ച്. ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് ഞാൻ അവിടെ അഹവാ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അപ്പം അടുത്ത് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ
അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നു ഞങ്ങളുടെ എന്ന് ദൈവത്തിൻ്റെ കൈ തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്നും അനുകൂലമായിട്ട്, ദുഷ്ടന്മാരുടെ മേൽ പോലും നീതി വർഷിപ്പിക്കുന്നവനായ ദൈവം. പഴയ നിയമത്തിൽ അങ്ങനെ ചില വേർകൃത്യങ്ങൾ എഴുതിയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും നീതി വർഷിപ്പിക്കുന്നു. ആകയാൽ പ്രിയരെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക. പ്രത്യേകിച്ച് നമുക്കിങ്ങനൊരു ചാൻസ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഹോളിൻ്റെ പണി ഏകദേശം തീർന്നു വരുന്നു. താഴത്തെ നില ഫ്രീ ആയിട്ട് കിടക്കുന്നു, മുകളിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അതും താമസിക്കാതെ ദൈവം തീർത്തു വരും. അപ്പോൾ നമ്മളവിടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഡിസംബർ 7, 8 തീയതികളിൽ അതിൽ വെച്ചൊരു സുവിശേഷ യോഗം നടക്കുന്നു. അതിന് തലയാഴ്ചയിൽ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത പോലെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം, അതിൻ്റെ അങ്ങേ പ്രാവശ്യം നമുക്കറിയാം, ഈ പ്രദേശങ്ങളിൽ ഓരോ വീടും നമ്മൾ കയറുകയും ബുക്കുകളും ട്രാക്റ്റുകളും എല്ലാം കൊടുത്തു പരസ്യയോഗങ്ങൾ നടത്തി. ഇതുപോലെ ഈ പ്രാവശ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ആയിരക്കണക്കിന് 25,000 ട്രാക്റ്റുകളോട് നമ്മളിപ്പോൾ അടിച്ചു വെച്ചിട്ടുണ്ട്, നോട്ടീസുകൾ. ഇതെല്ലാം വീടുകളിലെത്തിക്കണം, പരസ്യമാണ്. പക്ഷേ നമ്മൾ ഈ അവസ്ഥയിൽ പോയാൽ ശരിയാകത്തില്ല. അതിനുമുമ്പായി നമുക്കൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇതൊരു യുദ്ധമാണ്. ഒരു സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു യുദ്ധമാണ്. സാത്താൻ ചുമ്മാരിക്കില്ല. സാത്താൻ തൻ്റെ സൈന്യത്തെയും അണിനിരത്തും, എന്തെങ്കിലും കുഴപ്പടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മൾ സർവായുധവർഗം ധരിക്കുന്നവരായി തീരണം. അത് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനെന്ത് ചെയ്യണം? ഈ അടുത്ത ആഴ്ചയിൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4 ദിവസം, ബുധൻ, വ്യാഴം, വെള്ളി, ശനി രാവിലെ 9:30 മണിക്ക് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കും. ഉപവസിക്കുന്നവർ അവരവരുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ പ്രാപ്തിക്കൊത്തോണ്ട് ഉപവസിക്കുക. ഈ സമയം നഷ്ടമാക്കരുത്. ഇതൊരു ഗോൾഡൻ ചാൻസാണ്. ഇതാരും, കുഞ്ഞുകുട്ടികൾ സഹിതം, സ്കൂളിൽ ഇപ്പോൾ ഒരു ദിവസം സ്കൂൾ വേണ്ടെന്ന് വയ്ക്കുക. എല്ലാ ദിവസവും സ്കൂളുണ്ടല്ലോ. ഒരു ദിവസം വരാനൊത്തില്ലെങ്കിൽ, അവധി കിട്ടിയില്ലെങ്കിൽ അവധി ഇട്ട് പ്രാർത്ഥനയ്ക്ക് വരിക. ജോലിക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് ഉപവസിച്ച് ജോലി കളഞ്ഞ് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, കഴിഞ്ഞ ദിവസം ഒരു അപ്പനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ, അന്നും പിറ്റേ ദിവസത്തോടെ വരാന്ത കിടക്കുക മെഡിക്കൽ കോളേജിൽ. കാരണം അത്ര കണ്ടങ്ങ് തിരക്കാണ്. ഇനി ഡോക്ടർമാർ ചികിത്സിച്ചു വന്നാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കത്തില്ലേ? നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരാണല്ലോ, അവർ രാവിലെ മുതൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില പിഴകൾ വരുന്നു, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. പ്രൈവറ്റിൽ പോയാൽ കുടുംബം തീരെഴുതി വയ്ക്കണം, എങ്കിൽ മാത്രമേ ചികിത്സിക്കാനൊക്കെ ഉള്ളൂ. മനുഷ്യർ അസ്വസ്ഥരായി തീരുകയാണ്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരല്ലേ? ജീവനെങ്കിൽ ജീവൻ, മരണമെങ്കിൽ ദൈവം സൗഖ്യമാക്കുന്നെങ്കിൽ ആക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ തലമുറ മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് പേരുണ്ട്. എത്രയോ ഭാഗ്യവാന്മാർ. അങ്ങനെ ഓരോ സംഭവങ്ങൾ മനുഷ്യൻ നോക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം കേട്ടു. നമ്മുടെ ഒരു വിശ്വാസി, ഇവിടെ അല്ല വേറെ സ്ഥലത്ത് കൂടുന്ന ഒരു സാധുവായ പയ്യനാണ്. അവൻ ഈ ലോക മനുഷ്യരെ പോലെ തന്നെ ഗെയിംസിൽ കയറി കളിക്കാൻ തുടങ്ങി. കളിച്ച് ലക്ഷങ്ങൾ കാശില്ലാഞ്ഞിട്ട് പലിശയ്ക്ക് കടം വാങ്ങിച്ച് ആ പിതാവിനോട് പറഞ്ഞ് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. താൻ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ പൈസ തൻ്റെ പക്കവുന്ന അക്കൗണ്ട് തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി അവസാനം ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. നോക്കണം, എന്ത് ചെയ്യാൻ നോക്കും? ആ പിതാവ് കരഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പം ഇങ്ങനെയൊരു ദുഷ്ടലോകത്തിൽ പോകുന്നതിൻ്റെ കാരണം നമുക്ക് ദൈവമായിട്ട് ബന്ധമില്ലാത്ത അഹവ ആറ്റിലെ ഈ പ്രാർത്ഥന നിങ്ങൾ കളയരുത്. ഇങ്ങനെ നിങ്ങൾ സമ്പാദിച്ച് കൂട്ടി അവസാനം ഒറ്റയടിക്ക് പോയാൽ എന്നെ ലാഭം? അതുകൊണ്ടാണ് പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഇങ്ങനെ കൂട്ടായ്മ ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ചാൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വൈകിട്ടും രാവിലെയും മീറ്റിംഗ് ഉണ്ട്. നേരത്തെ വരുന്നവർ ഇരുന്ന് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. കാത്തിരിപ്പുകൊണ്ട് പരിശുദ്ധാത്മാവ് നടത്തും. ഞായറാഴ്ച തിരുവത്താഴ് ശുശ്രൂഷയുണ്ട്. അതിനുശേഷം അടുത്ത 4 ആഴ്ചയിൽ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ്. പകൽ സമയം സഹോദരിമാരും, വൈകിട്ട് നമ്മൾ സാറിന് ചെയ്യുന്ന പോലെ സഹോദരന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ബുധനും ശനിയും കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനകളുണ്ടല്ലോ. അതുകൊണ്ട് തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി നിങ്ങൾ തന്നെ മനസ്സിൽ തീരുമാനിക്കുക. ഇപ്പോൾ തന്നെ തീരുമാനിച്ചു. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച എന്നുള്ളത് ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരിക. ആരെയും കമ്പൽസറി ചെയ്യുന്നൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഗുണമുള്ള കാര്യം പറയുന്നു, ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്, ചെയ്യുന്നവർക്ക് നല്ലത്. സ്കൂളുള്ള പിള്ളേർ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. രാവിലെ പ്രാർത്ഥനയ്ക്ക് വരാം. പ്രാർത്ഥനയ്ക്ക് വരുന്ന കുട്ടികൾക്ക് വിശപ്പുണ്ടെങ്കിൽ അല്പം കഞ്ഞിയും പയറും തരാം.
കേട്ടോ. അതുകൊണ്ട് വരാതിരിക്കരുത്. ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോവുക. കുട്ടികളും പിന്നെ ജോലി സംബന്ധമായിട്ടോ ഒക്കെ ഉള്ളവർക്ക് ബുധനും ശനിയും രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇന്ന് പ്രാർത്ഥിച്ച് വൈകുന്നേരം പോവാം. ഉപവസിക്കേണ്ടവർക്ക് ഉപവസിക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ എന്തോ കഞ്ഞിയും പയറും. സ്തോത്രം. അങ്ങനെ നമ്മളെ തന്നെ 1 മാസത്തെ പ്രാർത്ഥന ഫലം ഉണ്ടെങ്കിൽ, കഴിഞ്ഞ സമയങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ എന്തുമാത്രം ആത്മാക്കളാണ്. ആദ്യത്തെ മീറ്റിംഗ് നമുക്കറിയാൻ 300-ലധികം പേരാണ് പുതിയ ആത്മാക്കൾ വന്നുകൊണ്ടിരുന്നത്. സെൻട്രൽ പാസ്റ്റർ അത്ഭുതപ്പെട്ടു പോയി. മീറ്റിംഗ് തീരുമ്പോഴും ആത്മാക്കൾ വരിക, നമ്മുടെ ക്ഷണം സ്വീകരിച്ച്. ഇനി അധികാരം നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഈ ലാസ്റ്റ് പ്രവർത്തനം ശക്തമായി പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. തന്നെയല്ല, ഇന്ന് പലരും സ്വപ്നം കണ്ടു. ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടു, ഇങ്ങനെ മനോഹരമായൊരു ഹോൾ ഉണ്ടാക്കുന്നു, അതിനകത്ത് വലിയ ഉണർവ് യോഗം നടക്കുന്നു, രോഗശാന്തി നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. ഇതെല്ലാം നമ്മളൊരുപാട് അനുഭവിക്കുന്നവരാണ്, കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ അത് ദൈവം നടത്തും. കഴിഞ്ഞ ദിവസം ഇവിടെ മദറോ സിസ്റ്റേഴ്സ് ആരാണ്ട് അതേപോലെ സ്വപ്നം കണ്ടു. വിശ്വാസികൾ എന്നോട് നേരത്തെ ഒന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു ഉണർവിൻ്റെ സമയം നമുക്കിവിടെ ഉണ്ട്. പിന്മാരിയുടെ കാലം ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തോണം. ഈ പ്രാർത്ഥനാ മീറ്റിങ്ങുകളൊന്നും കളയരുത്. കളഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം. ഞങ്ങളാരും അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനും വരുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നവരാണല്ലോ നിങ്ങൾ. പ്രത്യേകിച്ച് 5-6 വർഷമാണ് ഞാനിവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി ഈ അഹവാ ആറ്റെന്ന് പറയുന്നത് നമ്മളിവിടെ ആറല്ലെങ്കിലും ഈ കൂട്ടായ്മയുടെ തീരം, വാല്യൂ ഓഫ് ഫെലോഷിപ്പ്, ആ ബന്ധം കളയാതെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോഴേ നിങ്ങൾ തയ്യാറാകുക. ഇവിടെ ഏകദേശം 15,000 ട്രാക്റ്റ് നോട്ടീസും 25,000 ട്രാക്റ്റും അടിച്ചു വെച്ചിട്ടുണ്ട്. ബുക്കുകളുണ്ട്, സാമുവൽ മോറിസ് പല പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ മാക്സിമം നിങ്ങൾ എത്തിക്കുക. മീറ്റിങ്ങിൻ്റെ 2 ആഴ്ച മുമ്പ് തൊട്ടേ നമുക്കിത് വിതരണം ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ അവസാനത്തെ മിനിസ്ട്രി ദൈവം എന്നൊരു മറ്റൊരു സ്വപ്നം കാണിച്ചിട്ടുണ്ട്. എൻ്റെയും ഇവിടുത്തെ മിനിസ്ട്രി തീർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആ മീറ്റിംഗ് കഴിയുന്നതോടുകൂടി എൻ്റെ ഇവിടുത്തെ പ്രവർത്തനം ദൈവം ചിലപ്പോൾ തീർക്കും. മറ്റൊന്ന്, കോട്ടയത്ത് 2 ലോക്കൽ ഫെയ്ത്തുകൾ എന്നെ കാണിച്ചു. അതായത് ഇന്നുവരെയും തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത 2 ലോക്കൽ ഫെയ്ത്തുകൾ കാണിച്ചിട്ട് ആ വേലയെ നീ സഹായിക്കണം. സഹായിക്കുന്നു പറഞ്ഞാൽ പൈസ മാത്രമല്ലല്ലോ, പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും. അപ്പോൾ കോട്ടയത്ത് എനിക്കൊരു വേല കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ തകർന്നു കിടക്കുന്ന 2 ലോക്കൽ വേലയാണ് കാണിച്ചത്. ആ വേല സ്ഥലത്ത് ഇതുപോലെ പോയി നന്മ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ സമയം കിട്ടിയാൽ അടുത്ത ട്രാൻസ്ഫർ മിക്കവാറും കോട്ടയത്തായിരിക്കും. അവിടെ പോയി എൻ്റെ വേലയുടെ ആരംഭം അവിടെ ആയിരുന്നല്ലോ, വേലയ്ക്കെടുത്തും അവിടെ തന്നെയാണ്. ദൈവഹിതമെങ്കിൽ അവിടെയും പോയി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് കർത്താവ് വരുമ്പോൾ പോകണമെങ്കിൽ രക്തസാക്ഷിയായി തീരണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. നിങ്ങളും ആ ഒരു കാഴ്ചപ്പാടിൽ ഒരുങ്ങുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മീയരായി വളർത്തുക, അല്ലെങ്കിൽ നാളെ നിരാശപ്പെടേണ്ടി വരും. അപ്പോൾ അതിനുള്ള കൃപ ദൈവം നമുക്ക് തരും. വീണ്ടും വായിച്ച്, ശുഭയാത്ര. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് ഞാൻ അവിടെ അഹവാ ആറ്റിന്റെ അരികെ വെച്ച് ഉപവാസം. നമ്മൾ ഈ ഞാനിവിടെ വരുന്ന സമയത്തിൽ ആദ്യം തന്നെ കെട്ടിടം പണി അല്ലെങ്കിൽ ഹോൾ പണിയാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവം നമുക്കൊരു വാക്യം തന്നിരുന്നു. സദൃശവാക്യത്തിൽ എന്താ പറഞ്ഞത്? നിന്റെ വെളിയിലെ വാക്യം വായിച്ചു, 24-27 വാക്യം. സദൃശവാക്യം 24-27. വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിലെല്ലാം തീർക്കുക. വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിലെല്ലാം തീർക്കുക, എല്ലാം തീർക്കുക. പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക. നോക്കുക, വെളിയിലെ വേല എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തനം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നല്ലൊരു സുവിശേഷ പ്രവർത്തനം ഈ പ്രദേശത്ത് നടത്താൻ ദൈവം സാധിച്ചു. ഇനി വയലെന്ന് പറയുന്നത് കൃഷിയാണെങ്കിൽ അതുകൊണ്ടായിരുന്നു അല്ലേ. എന്തുമാത്രം സാധനങ്ങൾ ദൈവം നമുക്ക് തന്നത്, പച്ചക്കറികളും കൊലകളും. 2 വർഷമായിട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ലെങ്കിലും ഇപ്പോഴും അതിൻ്റെ റിയാക്ഷൻസ്, ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനുശേഷം വീട് പണിയുക. അപ്പോൾ ദൈവത്തിൻ്റെ സമയമായി 7-ാം വർഷം വീട് പണിയുമ്പോൾ നമുക്ക് എന്തെല്ലാം പ്രതികൂലങ്ങളാണ്. ചുറ്റുപാടുള്ളവർ, ഗവൺമെൻറ്. ഇതിൻ്റെ സാങ്ഷൻ കിട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റേ ചെയ്തു തഹസിൽദാർ. 10 മിനിറ്റിനകം കോൺട്രാക്ടർ അത്ഭുതപ്പെട്ടു പോയി. 10 മിനിറ്റ് കൊണ്ട് സ്റ്റേജും മാറി, എല്ലാം മാറി, പണി ആരംഭിച്ചു. അപ്പോഴാണ് നമ്മൾ ആ വാക്യം ഇവിടെ ഇരുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം. നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വലിയ ഒരു ബോർഡുണ്ട്. ഇത് കണ്ട് ചില മറ്റ് മതസ്ഥരായ സഹോദരങ്ങൾ അത് കണ്ടിട്ട് പറഞ്ഞിട്ട് പോയി, ഈ വാക്യം ഞങ്ങൾക്കും പ്രചോദനമാണ്. അങ്ങനെ തൊട്ടടുത്ത് വീട് പണിയുന്നവരുണ്ട്. ഈ വാക്യം കണ്ട് അവരെ സന്തോഷിക്കും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് എല്ലാ പ്രതികൂലങ്ങളും. നമ്മൾ ഈ ഇത്രയും വലിയൊരു പ്രസ്ഥാനം പണിയാൻ ഒരു മനുഷ്യരോട് നമ്മൾ പിരിക്കാൻ പോയിട്ടില്ല.
ആരോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെയുള്ള ദൈവമക്കളുടെ കപ്പാസിറ്റി നമുക്കറിയാം. അവർ സന്തോഷമുള്ളവരെന്തെങ്കിലും ചെയ്യട്ടെ, അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്കും ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവം അതാ സമയത്തിൽ എത്രയോ ഭംഗിയായി കാര്യങ്ങൾ നടത്തുന്നു. ഏറ്റ പണിക്കാരെ, ഏറ്റ സാഹചര്യങ്ങളെ എല്ലാം ദൈവം ഒരുക്കുന്നു. അതാണ് ദൈവം അനുകൂലമെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ സ്വന്തമാക്കുക, ആ ദൈവത്തോട് ചേർന്ന് ചെയ്യ്. നമുക്കറിയാം, പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച്, നാഥാ വെറുതെ അധ്വാനിച്ച് സമയം കളയണോ? ആ ദൈവത്തെ നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് എടുക്കുക, ഒരു പാർട്ട്ണറായിട്ട് എടുക്കുക. നിങ്ങളുടെ പടകിൽ, ജീവിതത്തിൽ ലൂക്കാ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ പത്രോസ് പറയും, നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. വായിച്ചു, നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വാക്കിന്, പലരുടെ വാക്കിന് നമ്മൾ വലയിറക്കി. എന്താ നേട്ടം ഉണ്ടായത്? കുറേ നഷ്ടങ്ങൾ മാത്രം. ശരി കർത്താവേ, ഇനി നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കുട്ടികൾ, യൗവനക്കാർ, മുതിർന്നവർ തീരുമാനിക്കുക. വീട്ടിൽ പോയി ആ ഭാവം വായിക്കുക. ഈ പ്രസംഗം വീണ്ടും 1-2 പ്രാവശ്യം ആവർത്തിച്ച് കേട്ടിട്ട് ഈ വചനങ്ങളെല്ലാം ഒന്ന് ആമോസിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു. വീണുപോയ ദാവീദിന് കൂടാരം പണിയും, ശുഭ തുറമുഖം, ശുഭയാത്ര, ആശിക്കുന്ന തുറമുഖത്തിൽ കൊണ്ട് എത്തിക്കും. ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് പുതിയൊരു തീരുമാനമെടുത്ത് നിങ്ങൾ കുടുംബമായിട്ട് തീരുമാനിക്കുന്നെങ്കിൽ ആ അവസ്ഥകളൊന്ന് മാറ്റിക്കുക. വേണ്ടാത്തതെല്ലാം വീട്ടിൽ നിന്നെടുത്ത് തുറക്കളാണ്. ബൊമ്പുകളും ഗിമ്മകളും മറ്റെല്ലാം മാറ്റി വീടൊന്ന് ശുദ്ധമാകട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ബെന്നിയുടെ വീട്ടിൽ വെള്ളം കയറി ശുദ്ധീകരിക്കാൻ എത്ര ദിവസം എടുത്തു? 3 ദിവസം എടുക്കേണ്ടി വരും. കുമ്മളി പോലുള്ളതായ ഈ ഹൈ റേഞ്ച് മലപ്രദേശത്തിൽ വീടുകളിൽ വെള്ളം കയറി, ചെളിയും വെള്ളം കുട്ടനാട്ടിലെ പോലെ കയറിയെന്ന് പറഞ്ഞാൽ പിന്നെന്തോ എത്ര വീടുകളിൽ. അപ്പം ഇതുപോലെ വീട് ശുദ്ധീകരിക്കാൻ 3 ദിവസം എടുത്തെങ്കിൽ നമ്മുടെ മനസ്സ്, എത്രയോ വർഷമായിട്ട് കിടക്കുന്ന ചെളികളുണ്ട്, എല്ലാം ഒന്ന് ശുദ്ധീകരിക്കും, ഇത് ക്ലീൻ ആകട്ടെ. അതിനുള്ള സന്ദർഭം കൂടിയാണ് ഈ നാളുകളിൽ. അതിനുവേണ്ടി മാറ്റിവെക്കുക. ചുമ്മാതെ കാശ്, പണം, സ്വത്ത്, മറ്റത് മറിച്ചത്, ഇതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ ഒരു സ്വസ്ഥമായ ജീവിതം. അതിനൊരു ദിവസം വേണ്ട, ഇടയ്ക്കൊന്ന് നിങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ആഴ്ചയിൽ എല്ലാ ദിവസവും വരാം. ഇവിടെ പിച്ചിട്ട് നിൽക്കുന്ന സമയങ്ങളാണ്. ഇട ദിവസത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ 12-12:30 വരെ. അത്രയും സമയത്തിന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് സമയം വേണ്ട. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ബന്ധം കിട്ടും. വിഷയങ്ങൾ പറഞ്ഞ് പഴയ പോലെ പ്രാർത്ഥിക്കാം. വൈകിട്ട് 6 മുതൽ 9 മണി വരെ ആ സമയം കളയണ്ട. അത് ഒരു ദിവസമായിട്ട് മാത്രം നിങ്ങൾ എടുക്കുന്ന ദിവസം, തീരുമാനിക്കുന്ന ദിവസം കൃത്യമായിട്ട് വരിക. അടുത്ത ദിവസങ്ങളിലും ഒന്ന് പ്രാർത്ഥനയിൽ കൂടാം. ജീവിതം ഒന്ന് പുതുക്കട്ടെ. ദൈവം നമ്മളെ പണിയട്ടെ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ പണിയുന്നു. അപ്പോൾ ദൈവം പണിയട്ടെ, എന്നെ പണിയട്ടെ. എൻ്റെ വീട് തൽക്കാല ലാഭങ്ങൾ വേണ്ടാന്ന് നോക്കുക. ചില ബന്ധങ്ങൾ, സംസാരങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വികാരി അച്ഛൻ ഫോണിൽ കൂടെ ഒരു സഹോദരിയോട് സംസാരിച്ച് ലീക്കായി. അച്ഛൻ ഔട്ട്. അച്ഛന്മാരുടെ ഗതി ഇതാണെങ്കിൽ അങ്ങനെയുള്ള വേണ്ടാത്ത സംസാരങ്ങളൊക്കെ നിർത്തുക. നല്ല കാര്യങ്ങൾ പറ, സംസാരിച്ചു. അത്രയും സമയങ്ങൾ നല്ല വചനങ്ങളെക്കുറിച്ച് പറ. അല്ലെങ്കിൽ ഈ കേൾക്കുന്ന മെസ്സേജ് അവർക്ക് ഇട്ടുകൂടെ? വേണ്ടാത്തെല്ലാം വാട്സപ്പിൽ അയക്കുന്നതിനേക്കാൾ എത്രയോ നല്ല മെസ്സേജുകൾ, വചനങ്ങൾ, മന്നാനു എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു. 10 വാക്യങ്ങൾ അയച്ചുകൂടെ? ഞാൻ ഈ കഴിഞ്ഞ സമയത്ത് മദ്രാസിലെ ഒരു ഫിലിം ആക്ടർ പുള്ളിയായിട്ട് പരിചയപ്പെട്ടു. ഞാൻ പുള്ളിക്ക് 2-3 വാക്യം അയച്ചു കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ പുള്ളി എനിക്ക് ഇതുപോലെ വാക്യം അയച്ചു തരിക. പുള്ളിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ എത്രയോ പേർക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യും. വേണ്ടാത്തത് നശിക്കുന്ന എന്തിനാണ്? രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഇതെല്ലാം കേട്ട് സമയം കളയാതെ അവർക്ക് അയച്ചു കൊടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ആവശ്യത്തിന് ആ സമയം കൊണ്ട് നല്ല വചനങ്ങൾ അയച്ചു കൊടുക്കുക. നല്ല നല്ല മെസ്സേജുകൾ, ആരുടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രയോജനമാകുന്ന, ആത്മവർദ്ധന ഉണ്ടാകുന്ന മെസ്സേജുകൾ അയച്ചു കൊടുക്കുക. ഈ മെസ്സേജുകളൊക്കെ തന്നെ നിങ്ങളൊരു 5-6 പേർക്ക് അയച്ചു കൊടുക്കുക. ഏതായാലും ഈ 10-30 രൂപയൊക്കെ മുടക്കി ഫോൺ വാങ്ങിച്ചിരിക്കും, എന്തെങ്കിലും പ്രയോജനമായിട്ട്. പണ്ട് കട്ടപ്പനയിൽ ടെലിഫോൺ വന്ന സമയത്ത്, ആദ്യമായിട്ട് അവിടെ ടെലിഫോൺ എടുത്ത സമയത്ത് ഒരു ഡിക്ഷണറി കൊണ്ട് തന്നവർ, ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ആ ഡിക്ഷണറി നോക്കി ഒരു ദിവസം 5 പേരെ 10 പേരെങ്കിലും വിളിക്കും. നല്ല സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കും. വിളിച്ചിട്ട് ഗുഡ് മോർണിംഗ് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. ശരി, ഞാനിങ്ങനെ പെറ്റിക്കോസ്റ്റ് മിഷനിൽ വിളിക്കുകയാണ്, അല്പം വചനം പറയട്ടെ എന്ന് ചോദിക്കും. മിക്കവാറും ആൾക്കാർ പറയും, സുവിശേഷം പറയും, പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കും. ആത്മാവ് ഹേമിക്കുന്നത് പ്രാർത്ഥിക്കാൻ പറയും.
അങ്ങനെ എത്ര വീടുകൾ ഞങ്ങൾക്ക് ആ കാലത്തിൽ കയറി ഇറങ്ങാനും ചിലർ വരാനിടയായി. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സമയം വൃഥാവാക്കാതെ, നശിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാതെ, നിങ്ങളുടെ ബുദ്ധിയും ജ്ഞാനവും ദൈവം തന്നിരിക്കുന്നതാണ്. ആ ബുദ്ധിയും ജ്ഞാനവും ലോകത്തിന് വേണ്ടി ചിലവഴിക്കാതെ, നാശത്തിന് വേണ്ടി ചിലവഴിക്കാതെ, നല്ല കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുക, നല്ലതിനു വേണ്ടി. ഇപ്പം എനിക്കെൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അഭിമാനം, സന്തോഷം, 19-ാമത്തെ വയസ്സിൽ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചു. ആ വേർതിരിവിന് ശേഷം തമിഴ്നാട്, പല സ്ഥലം, കർണാടക, ആന്ധ്ര, നോർത്തേൺ സൈഡ്, നോർത്ത് ഈസ്റ്റ് സൈഡുകളിൽ പലയിടത്തും സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ആത്മാക്കളെ കിട്ടിയിട്ടുണ്ട്. എത്രയോ പേര് സുവിശേഷകർക്ക് ഇറങ്ങി, എത്രയോ പാപത്തിൽ ജീവിച്ചവർ. ഒരിക്കൽ മദ്രാസ് ഞാൻ മെറീന ബീച്ചിൽ ട്രാക്ട് കൊടുത്തുള്ള ഈ സമയത്തിൽ ഒരു ചെറുപ്പക്കാരൻ, 10-30 വയസ്സാണ്, ഒരു പാറയുടെ പുറത്ത്, വെള്ളത്തിനകത്ത് പാറയുടെ പുറത്ത് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ സന്ധ്യയാകുക, എന്നോട് കൂടെയുള്ള പോരാൻ പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് എനിക്ക് ആത്മഹേമത്തിൽ ഞാൻ പോയി അവിടെ പോയി ഒരു ട്രാക്ട് കൊടുത്തു. അതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ആ മനുഷ്യൻ, ഞാനിന്ന് മദ്രാസിലൊരു ഫെയ്ത്തോമിലേക്ക് വന്നു. ചോദിച്ചപ്പോൾ അന്ന് രാത്രിയിൽ ആത്മഹത്യ ചെയ്യുന്നു. ആകാശവാണി റേഡിയോയിൽ ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ്. ഒരു കടം കയറി, പലിശക്കാർ തന്നെ ഞെരുക്കി. അപ്പോഴാണ് ഇത് കിട്ടിയത്. അവസാനം ആ പുള്ളി ഞാൻ ഫെയ്ത്തോമിൽ 2 ദിവസം താമസിപ്പിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ കടക്കാരെല്ലാം ഫോണിൽ വിളിപ്പിച്ചു, ഫെയ്ത്തോമിൽ വരുത്തി. ഞാനവരോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഇന്നലെ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ പലിശ വാങ്ങിക്കരുത്, നിങ്ങളുടെ കടം ശരിയാക്കി തരും. അങ്ങനെ അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഏതോ ഒരു ഫണ്ട് എടുത്ത് വേറെ ചില ഹെൽപ്പെല്ലാം കിട്ടി, കുറേ പേരുടെ കടമെല്ലാം തീർത്തു. തനിക്ക് ജോലി പ്രൊമോഷനായി കോഴിക്കോട് ആകാശവാണിയിലേക്ക് മാറുകയും ചെയ്തു. താനൊരു ദൈവവചനായി മാറി. കണ്ണൂർ ഞാനിരിക്കുമ്പോഴേ ഒരു വലിയ കോൺട്രാക്ടറാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ, നൂറുകണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ സ്ഥലത്ത് വെച്ച്. അവർ മൊത്തം നോക്കിയാൽ ഒരു വലിയ കോൺട്രാക്ടറാണ്, കടലിൽ കല്ലിടുന്ന മനുഷ്യനാണ്, കോടികളുടെ പരിപാടിയാണ്. പുള്ളി വീട്ടിലൊരു ദിവസം എന്നെ കൊണ്ടുപോയി. അന്നത്തെ കാലത്തിൽ വലിയൊരു കോടി മുടക്കി ബംഗ്ലാവ് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഭരണം മാറി, തനിക്കെതിരായി, കടം കയറി, ഒരു വിധത്തിൽ രക്ഷയില്ല, ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. തൻ്റെ മകൻ തന്നെ വിട്ട് നാട് വിടാൻ തീരുമാനിച്ചു. പെട്ടെന്ന് പുള്ളി ഞങ്ങൾ പരിചയപ്പെട്ടു. തൻ്റെ ഫ്ലാറ്റിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ ആ ഫ്ലാറ്റിൽ ചെന്ന് പ്രാർത്ഥിച്ചു, സംസാരിച്ചു. ഇപ്പോൾ ഈ മകൻ്റെ കല്യാണം പ്രപ്പോസൽ ചെയ്തിട്ട് 2 വർഷമായി. ഇങ്ങനൊരു പ്രതിസന്ധിയാണ്. തന്നെയല്ല, താൻ പണിത 1 കോടി വീട്ടിൽ തനിക്ക് താമസിക്കാൻ വയ്യാതെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. 2-3 വാറണ്ട് നോട്ടീസ് വന്നിരിക്കുകയാണ്, കടക്കാർ നാട്ടിൽ തന്നെ. അങ്ങനെ തനിക്ക് വീട് വിട്ട് ഇറങ്ങി വന്ന് തൻ്റെ ഒരു ഫ്ലാറ്റ് താമസിക്കുക. അപ്പോൾ തന്നെ കണ്ണൂരിൽ പാറ പൊട്ടിക്കാൻ വേണ്ടി 10 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. 30 ലോറിയുള്ള മനുഷ്യനായിരുന്നു, ഈ കടലിൽ കല്ലിടാൻ. പക്ഷെ ഭരണം മാറി. താനെന്ന് എം വി രാഘവൻ്റെ ആളായിരുന്നു. എം വി രാഘവൻ മറുഭാഗത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തനിക്കെതിരായി ഒരു സുപ്രഭാതത്തിൽ ഈ 30 ലോറിയും തീ വെച്ച് കത്തിച്ചു കളഞ്ഞു. 5 ലക്ഷം രൂപ വാങ്ങിച്ച ചീഫ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് PWD എഞ്ചിനീയർ, 5 ലക്ഷം രൂപയാണ് കൈക്കൂലി കൊടുത്തത്. കൈക്കൂലി നഷ്ടമായതല്ലാതെ പ്ലാൻ സാങ്ഷൻ ആക്കിയില്ല. അങ്ങനെ എല്ലായിടവും പ്രതികൂലമായി. ഞാൻ അദ്ദേഹത്തോട് രാത്രി 2 മണിക്ക് 2 മണി വരെ ഇരുന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ചു. ആ മകൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ വിട്ടു പോകുമെന്ന് പറഞ്ഞു. ഈ അപ്പൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നാശമായി, ഞാനതുകൊണ്ട് ഇനി മേലാൽ ഈ ഭാഗത്തേ ഇല്ല, ഞാൻ പറഞ്ഞ് പോകാൻ വരട്ടെ. അപ്പം താൻ പ്രപ്പോസ് ചെയ്ത പെണ്ണിനെ തിരുവല്ല ഞാൻ വിളിപ്പിച്ചു. ആ വീട്ടിൽ അവിടെ വെച്ച് കല്യാണം ഉറയ്ക്കാൻ പറഞ്ഞു. എന്തോ ഭാഷയിൽ പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചേക്കാൻ പറഞ്ഞു. ഡേറ്റും കൊടുത്തു. കല്യാണം നടന്ന ഡേറ്റും കൊടുത്തു. ഈ മനുഷ്യൻ വീട്ടിൽ കയറാൻ വയ്യാതെ വാറണ്ട് കിടക്കുമ്പം പാസ് എന്തോ കാണിക്കുന്നു ചോദിച്ചു സ്നേഹത്തോട്. ഞാനല്ല, എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവായി പറയുന്നതാണ്. അങ്ങനെ ഉറപ്പിച്ചു. എന്നിട്ട് ഞാനിവരോട് പറഞ്ഞു, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. വീട്ടിൽ പൊക്കോ. 7 കേസോ 7 8 കേസ് കിടക്കുക, വാറണ്ട് സഹിതം. കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനൊക്കെ ഒന്നുമില്ല, ഗവൺമെൻറ് ചെയ്യുന്ന ബില്ലും പാസ്സായിട്ടില്ല. അങ്ങനെ ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരു വലിയ കോൺട്രാക്ടറെ അവസാനം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇദ്ദേഹം ഒരു മാന്യനായ മനുഷ്യനാണ് കേട്ടോ, കൊടുക്കവാങ്ങൽ വിശ്വസ്തനായിരുന്നുകൊണ്ട്. താൻ തിരിച്ചു വന്നപ്പോൾ ഇവർ വിചാരിച്ചു, വന്ന സ്ഥിതിക്ക്
പെട്ടിക്കണക്കിന് കാശുമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അങ്ങനെ 3-4 ദിവസം വളരെ സന്തോഷത്തോടെ അവരെല്ലാം സ്വീകരിച്ചെങ്കിലും കാശില്ലെന്ന് അറിഞ്ഞപ്പോൾ അവർ പ്രശ്നമുണ്ടാക്കി. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കോടിയുള്ള ബംഗ്ലാവിൻ്റെ ഒരു ഭാഗം അവർ ഉടച്ചിട്ട് അവിടെയുള്ള സെറ്റി മറ്റു കാര്യങ്ങളെല്ലാം പലതും എടുത്തുകൊണ്ട് പോയി, പല ഉപകരണങ്ങളും. അങ്ങനെ ഇവർ പൈസയില്ലെന്ന് അറിഞ്ഞപ്പോൾ ഇവർ ബഹളമായി. അപ്പോൾ ഞാനന്ന് സുൽത്താൻ ബത്തേരില്ല, കണ്ണൂരിൽ നിന്ന് മാറി സുൽത്താനിലേക്ക് ബത്തേരി. ഫാഷാണ് ഇതെല്ലാം ഒപ്പിച്ചത്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ രാത്രി ചെന്ന് അവർ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. 3 ദിവസമേ ഉള്ളൂ കല്യാണത്തിന് 3 ദിവസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, കല്യാണത്തിന് 3 പേര് മതിയല്ലോ, ഒരുപാട് പേരുടെ ആവശ്യമില്ല. ആരൊക്കെയാണ്? പെണ്ണും ചെറുക്കനും അച്ഛനും. പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ തിരുവല്ലയിലുണ്ട്, അതുകൊണ്ട് അവരവിടെ വന്നോളും. അവിടെ നിങ്ങളെ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും നേരെ തിരുവല്ലയിൽ പോയി ലോഡ്ജിൽ താമസിക്കാൻ പറഞ്ഞു, മുറി പൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു. ചെറുക്കനും അവിടെ അങ്ങനെ താമസിക്കാൻ പറഞ്ഞു. സ്വന്തക്കാരെങ്കിലും വരാനുള്ളൊരു കല്യാണത്തിന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കല്യാണം നടന്നു, വീടും പൂട്ടി അവർ സ്ഥലം പിടി കഴിഞ്ഞു. 9 വർഷത്തിന് ശേഷമാണ്, 9 വർഷം ആ വീട് ഇതുൾപ്പെടെ പൂട്ടിക്കിടന്നു. അപ്പോൾ അദ്ദേഹം വിശ്വാസി വന്നു, സ്നാനപ്പെട്ടു, വിശ്വാസിയായി. തനിക്ക് പിന്നെ വാടക വീട്ടിൽ, ഞാൻ തിരുവനന്തപുരത്ത് പോയി നോക്കുമ്പോൾ ഒരു ചെറിയ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കൂട്ടായ്മയുടെ ബന്ധത്തിൽ തനിക്ക് അതൊന്നും ഭാരമില്ലാതായി. അപ്പോഴും ദിവസം കോണ്ടാക്ട് ചെയ്ത്. കണ്ണൂരിൽ തന്നെ കുറേ സ്ഥലം കിടപ്പുണ്ട്, MG റോഡ് സ്ഥലം കിടപ്പുണ്ട്, കോടിക്കണക്കിന് കടവുണ്ട്. പക്ഷേ സ്ഥലത്തിന് വിലയും കയറി. നോക്കണം, സ്ഥലത്തിന് വില കയറി. ഞാൻ പറഞ്ഞു, ഞാനൊരു വക്കീലെ നമ്മുടെ പറഞ്ഞിട്ടൊരു വക്കീൽ അറേഞ്ച് ചെയ്തു. ഇവിടെ തിരുവനന്തപുരത്തുള്ളൊരു വിശ്വാസി വക്കീലാണ്, BJP-കാരുണ്ട്, മറ്റു പലരുണ്ട്. എല്ലാവരോടും സംസാരിച്ച് പലിശയൊക്കെ ഒഴിവാക്കി. കാരണം ഇദ്ദേഹത്തിന് കിട്ടാൻ വഴിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു, ഈ സ്ഥലമെല്ലാം വിറ്റു, നല്ല വിലയ്ക്ക് വിറ്റ് കടങ്ങളെല്ലാം തീർത്തു. അവിടെ കണ്ണൂരിലെ ബീച്ചിൻ്റെ അവിടെ തന്നെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ പോയി ഒരു മുസ്ലിം സഹോദരനെ ഏൽപ്പിച്ച് വിറ്റു. തൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അദ്ദേഹം നല്ല വിശ്വാസിയായി മരിച്ചു. നോക്കണം, അപ്പോൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. അല്ലെങ്കിൽ ആ മനുഷ്യൻ നശിച്ചനെ, മരിച്ചു പോയനെ, തൻ്റെ മകൻ നാട് വിട്ടേനെ. ഇപ്പോൾ ഇതുപോലെയുള്ള ഏത് പ്രതിസന്ധികളും ദൈവമുമ്പാകെ മുട്ടുകുത്തുക. ദൈവത്തിന് അസാധ്യമായതൊന്നും ഇല്ല. ആ വിശ്വാസത്തോടെ നോക്കണം. 107-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴേ അവർ തിരമാലകൾ പൊങ്ങി, അല്ലേ, ആകാശത്തോളം ഉയർന്നു, താഴോട്ടടിച്ചു. ഇത്ര 22 വാക്യമുണ്ടല്ലോ. തിരമാലകൾ പൊങ്ങി. 27-ആണോ 26-ആണോ? അവർ 28-ാം വാക്യം വായിച്ചേ. 25 വൈര്. അവൻ കൽപ്പിച്ചു കൊടുങ്കാറ്റടിപ്പിച്ചു, അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി, തിരമാലകൾ പൊങ്ങുമാറാക്കി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. നോക്കണം, ചിലപ്പോൾ അങ്ങ് പൊങ്ങിപ്പോവും, ചിലപ്പോൾ താഴേക്ക് വരും. വായിക്കാം. അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി, അവർ മർത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു, അവരുടെ ബുദ്ധി പോയിരുന്നു, അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു. നോക്കണം, ഞാനീ പറഞ്ഞ ഈ കോൺട്രാക്ടർ വീട്ടിലേക്ക് ഇവിടെ ഇരിക്കുന്ന 2 സഹോദരന്മാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അല്ലേ? കൃഷ്ണപ്പൻ അറിയത്തില്ലേ? പലർക്കും അറിയാം. അദ്ദേഹം തിരിച്ച് ആ വീട് വന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ. നോക്കണം, ഈ വീട് താറുമാറാക്കി വിട്ടതിന് ശേഷം മെയിൻ്റനൻസ് ചെയ്യാൻ 30 ലക്ഷം രൂപ വേണ്ടി വന്നതാണ് ആ വീട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനവിടെ പോയപ്പോൾ ഒരു ഓഡി കാറ്, ഒരു ബെൻസ് കാറ് അവിടെ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞ് പാസ്റ്റ് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് 1 കിലോമീറ്ററെങ്കിലും അതേ പോകണമെന്ന് പറഞ്ഞു. ഏതാ ഈ ഓടി? ഞാൻ പറഞ്ഞ്, ഏതെല്ലാം എന്തായാലും മാരുതി വാൻ്റെ അത്രയും സുഖം കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മാരുതി വാനാണ് കൂടുതൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞു. എന്നാലും 1 കിലോമീറ്ററെങ്കിലും ഓടിക്കാൻ പറഞ്ഞു. പുള്ളി ഡ്രൈവറെ പിടിച്ചു. പിന്നെ ഞാൻ അവളോട്, എൻ്റെ കൂടെ ഒന്ന് ആരാണ്, കൃഷ്ണപ്പനാണോ മറ്റേ ഹരിഹരനാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ നോക്കണം, നിമിഷങ്ങൾ കൊണ്ട് അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുന്നു. കോടീശ്വരനായതുകൊണ്ടല്ല, അദ്ദേഹം അങ്ങനെ ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം നല്ല പ്രത്യാശയോടെ പെന്തിക്കോസ്തുകാരനായി അക്കരയ്ക്ക് പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവവേദിയിൽ അതാണ് പ്രത്യാശ. ഞാനൊരു ദൈവവേദിലായി ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി. മരിക്കുന്നതിന് മുമ്പേ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇനി അധിക സമയങ്ങളില്ല. ഭാര്യയെല്ലാം ഞെട്ടിപ്പോയി. ഇനി അല്പസമയങ്ങൾ അച്ചായനുള്ളൂ, ഒരുക്കിക്കൊള്ളാൻ പറഞ്ഞു. എല്ലാം മനസ്സിൽ നിന്ന് കളയാൻ പറഞ്ഞു. ഈ സ്വത്തും ഇതെല്ലാം കളഞ്ഞ് മകൻ എല്ലാം നോക്കിക്കോളും. പ്രാർത്ഥിച്ചു പോന്നു. ചില സമയങ്ങൾ കഴിഞ്ഞ്, ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ മരിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ഒരു നല്ല യാത്ര, ശുഭയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങണം. എവിടെ ചെന്നെത്തണം?
തുറമുഖത്ത്, ഏതെങ്കിലും തുറയിലല്ല കേട്ടോ, തൃക്കുന്നപ്പുഴയിലോ മറ്റ് ആവശ്യമില്ലാത്ത തുറവിലൊന്നുമില്ല, പിന്നീടാ ശുഭ തുറമുഖത്ത് തന്നെ എത്തണം. അവിടെ നമ്മളെ സ്വീകരിക്കാൻ കർത്താവ് കാണും. അതിനുള്ള സമയങ്ങൾ വളരെ അടുത്തിരിക്കുകയാണ്. എന്താ വായിക്കുന്നത്? ഈ നീരുറവയുടെ അടുത്താണ് അല്ലേ? നെഹമ്യ 8-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല എസ്രാ ചെയ്ത പോലെ തന്നെ നെഹമ്യ യെരൂശലേമിൽ വന്നതിന് ശേഷം അവിടെ എവിടെ പട്ടണത്തിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ വായിക്കാം. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുൻപിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട്. ഇംഗ്ലീഷ് ഉണ്ടോ? ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ആസ് എ വൺ മാൻ. തമിഴിൽ അങ്ങനെ ആ ഒരുമനപ്പെട്ട് വന്നെന്നല്ല, ഒരു മനുഷ്യനെ പോലെ വന്നെന്നാണ് എഴുതിയത് ഇംഗ്ലീഷിലെ. നെഹമ്യ 8-ന്റെ 1 വായിച്ചു. ആരോ വായിക്കു വായി. അങ്ങനെ തമിഴ്. And all the people gathered themselves together as one man. As one man. Into the street. Read again. വീണ്ടും വായിച്ചു. And all the people gathered themselves together as one man into the street. One man into the street. Into the street. ഒരു മനുഷ്യനെ പോലെ. എങ്ങനെ അതുകൊണ്ടല്ലോ ഒരു മണവാട്ടി എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് ഒരു മനുഷ്യനെ പോലെ അല്ലെങ്കിൽ ഒരു മണവാട്ടിയെ പോലെ ആക്കാൻ കഴിയും. ആർക്ക്? വൺ അക്കോർഡ്. ആരാ? പരിശുദ്ധാത്മ. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ജനം ഒരു മനുഷ്യനെ പോലെ ഒരുമനപ്പെട്ട് അവരുടെ സ്വത്ത് പോലും സ്വന്തമായിട്ടൊരു ചിന്തിച്ചില്ല. വിശ്വസിച്ചവരെല്ലാം ഒരു കൂട്ടം പോലെയായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ പെന്തിക്കോസ്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. പെന്തിക്കോസ്റ്റ് എന്ന് എന്താ എൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ്. മാരി അതിന് പിന്മഴയും മുൻമഴയും ഉണ്ട്. നമുക്കറിയാം, യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ 4 ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി മുൻമഴയും പിന്മഴയും പ്രതീക്ഷിക്കുന്ന പറയുന്നത്. 5-ന്റെ 7-ാം വാക്യം. യാക്കോബ് 5-ന്റെ 7. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും നോക്കണം. എന്താ ഈ മഴയ്ക്കുള്ള പ്രാധാന്യം? നമ്മുടെ നാട്ടിൽ പറയത്തില്ല മുൻമഴ മാത്രമല്ല, പിന്മഴയല്ല, ഇടമഴ എന്ന് പറയുന്നുണ്ട്, വേനൽമഴ. ഈ വേനൽമഴ എന്ന് പറയുന്നത് അതുകൂടെ കിട്ടിയെങ്കിൽ കൃഷി പൂർണ്ണമാകത്തുള്ളൂ. വേനൽ ശക്തിപ്പെട്ട സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്യും. ഇപ്പോൾ 3 മഴയാണ്. അതിൽ മുൻമാരി, പിന്മാരി, ഇടമാരി അല്ലെങ്കിൽ വേനൽമഴ. ഇപ്പോൾ 2 മാരിയും കഴിഞ്ഞ സമയമാണ്. മുൻമഴയും കഴിഞ്ഞു, പിന്മഴ. ഇനി എന്താ? സക്കറിയ 10-ാം അധ്യായം വായിക്കുമ്പോൾ പിന്മാരിയിൻ കാലത്തിൽ യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പിൻ. വായിക്കാം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ. പിന്മാരിയിൻ കാലത്തിൽ യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. നോക്കണം, ഇംഗ്ലീഷ് ഒന്ന് വായിച്ച്. യഹോവ മിന്നൽ പിണറുകളെ ഉണ്ടാക്കുന്നു. വായിച്ചില്ലോ? തൻ്റെ ഇല്ലേ? പിന്നീടില്ലേ? സക്കറിയ 10-1. സക്കറിയ പ്രവചനം 10-1. ദ ടൈം ഓഫ് ദി ലാറ്റർ റെയിൻ. തമിഴ് വായിച്ച്. പിന്മാരിയൻ തമിഴ്. പിന്മാരിയൻ കാലത്തിൽ മഴയെ കർത്തരെടുത്ത് വേണ്ടിക്കൊള്ളുവിൻ. എന്നാൽ മുൻമാരി അങ്ങനല്ല. അന്ത്യകാലത്തിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പകരും. അതൊരു കോമൺ വാഗ്ദത്തമാണ്. പക്ഷെ പിന്മാരി അങ്ങനല്ല. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനിതിലാക്കും. ആർക്കാണോ പിന്മാരി വേണ്ട അവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. വിശ്വാസികൾ ഓർത്തോണം, വേലക്കാർ ഓർത്തോണം. ഈ പിന്മാരി നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണരാകിയില്ല. അതാണ് കൃഷിയുടെ 2-ാം ഘട്ടം. വായിച്ച്. ഇംഗ്ലീഷ് ഉണ്ടോ? മൈക്കിൽ പോയല്ല. Ask the Lord for rain in the springtime. It is Lord who makes the storm clouds. He gives shower of rain to men and plants of the fields to everyone. Lord shall make bright clouds.
ഏത് വേർഷനാണ്? ഇവിടെ നല്ല ബൈബിൾ എടുത്ത് വായിരും. ഇംഗ്ലീഷ് Ask ye the ഇവിടെ ജെയിംസ് കിങ് വേർഷൻ വേണം ബൈബിൾ എടുക്കാൻ കേട്ടോ. അതാണ് ഒറിജിനൽ ട്രാൻസ്ലേഷൻ. കിങ് ജെയിംസ് വേർഷന് ഇംഗ്ലീഷ് ഉപയോഗിക്കാവും. ബാക്കിയെല്ലാം ലൈറ്റായിട്ടും വ്യാകരണത്തിലും വ്യത്യാസം വരിക. Ask ye of the Lord rain in the time of the latter rain. In the time of the Latter rain. latter rain. പിന്മാരിയൻ കാലത്തിൽ യഹോവയോട് അപേക്ഷിക്കണം. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈ കാലത്തിൽ പിന്മാരിക്കായിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. വായിക്കാം. So the Lord shall make bright clouds. Lord shall make bright clouds. bright clouds. And give them showers of rain. Showers to of everyone grass in the field. നോക്കണം എന്താ. അപ്പം ദൈവം പിന്മാരിയുടെ കാലം കൊണ്ട് ബ്രൈറ്റ് ക്ലൗഡ്സിനെ ഉണ്ടാക്കിയാണ്. നമ്മുടെ കർത്താവായ യേശുവും ശിഷ്യന്മാരും മലയിലിരിക്കുന്ന സമയത്തിൽ രൂപാന്തരപ്പെട്ടു. നല്ല വെൺമേഘം പോലെ. ഇപ്പം മേഘങ്ങൾ പലതുണ്ട്. കറുത്ത മേഘമുണ്ട്, വെൺമേഘമുണ്ട്. കറുത്ത മേഘം എന്ന് പറഞ്ഞാൽ ഇടവപ്പാതിയിൽ വെള്ളം ഇത് കൂട്ടിയ സമയമാണ്. അത് പെയ്ത് ഇതല്ല. ഈ മഴ കൊണ്ട് ബ്രൈറ്റ് ക്ലൗഡ്സിനുണ്ടാക്കിയാണ്. അതായത് വിശുദ്ധന്മാരെ ഉരുവാക്കുന്ന മഴയാണ്. വിശ്വാസികളെ ഉരുവാക്കാനല്ല, വിശുദ്ധന്മാരെ ഉരുവാക്കുന്നതാണ് പിന്മാരി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാച്ചുറൽ ഇതൊന്നും എടുക്കാം. ഈ കൃഷി സംബന്ധമായ കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ എത്ര നമ്മൾ വളമിട്ടാലും വെള്ളം കോരി ഒഴിച്ചാലും ഈ സസ്യങ്ങൾക്ക് തക്ക സമയത്തിൽ പിന്മാരി കിട്ടിയില്ലെങ്കിൽ ഒരുമാതിരി ശോഷിച്ച് പരുവക്കേടായിട്ട് നിൽക്കും. തരുന്ന ഫലം ഇങ്ങനെ ഞരണ്ടൊക്കെ ഇരിക്കും. ഈ സമയത്ത് തുലാമഴ പോലെ ഇടിവെട്ടി ഇടിയും മിന്നലോട് കൂടി 2-3 മഴ പെയ്ത് നോക്കട്ടെ. 2-3 മഴ കഴിയുമ്പോൾ ഇങ്ങനെ ഞരമ്പുമാരിയൊക്കെ ഇരുന്നത് ചാടി എഴുന്നേറ്റിട്ട് അത് തളർത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. തന്നെയല്ല, സസ്യങ്ങളുടെ ഫലങ്ങളെല്ലാം നല്ല തുടുത്ത് നല്ല രീതിയിൽ നിൽക്കുന്നതാണ്. എന്താ കാരണം എന്നറിയാമോ? ഈ ഇടിമിന്നൽ ചുമ്മാ ഉണ്ടാകുന്നതല്ല. ആദ്യത്തിന്മേൽ ഇടിക്കുമ്പോൾ 2300 23,000 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണത് ശക്തിയോടെ പ്രവഹിക്കുന്നത്. അതിനാൽ നൈട്രജൻ അറിയാം ഏറ്റവും വലിയ വളമാണ്. ഈ നൈട്രജനെയാണ് ഭൂമിയിലേക്ക് കൊടുക്കുന്നത് മെയിനായിട്ട്. അതിനോട് ചേർന്ന് വേറെ ചില മൂലകങ്ങളുണ്ട്. ഇത് കിലോ കണക്കിനല്ല, കിൻഡൽ കണക്കിനാണ് ദൈവം കൊടുക്കുന്നത്. നമ്മളിട്ടാൽ എന്ത് ചെയ്യും? 1 കിലോ ഇടും, 2 കിലോ ഇടും, അല്ലെങ്കിൽ 1/2 കിലോ ഇടും. ദൈവം തമ്പുരാൻ സസ്യത്തിന് ഈ മിന്നൽ പിണറുകളെ കൊണ്ട് കിൻഡൽ കണക്കിന് ഈ നൈട്രജൻ. അതുകൊണ്ടാണ് ആ മഴ കഴിയുമ്പോൾ സകല ഇലച്ചെടിയും സകലം ഇങ്ങനെ തള്ളത്തിക്കുന്നതിന് കാരണം. അതിൽ ഏറ്റവും പ്രധാനമായ മൂലം നൈട്രജനാണ്. ഇതുകൊണ്ടുള്ള ഗുണം, ഈ സസ്യം അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണപ്പെടും. മുന്മാരി സസ്യങ്ങൾ ഉരുവാക്കാൻ ഇത് ഫലങ്ങൾ ഉരുവാക്കുമ്പോൾ ഷേപ്പ് ഉണ്ടാകും, ഒരു പൂർണ്ണത ഉണ്ടാകും. ഇല്ലെങ്കിൽ ഓഞ്ഞും പറഞ്ഞും ഓരോന്നും അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. തന്നെയല്ല, നെല്ലായാലും ഗോതമ്പായാലും ശരി, ചിലർ അരി ചോറുണ്ടിട്ടെന്ന് പറയും ചവറ് പോലെ ഇരിക്കുന്നു പറയും അല്ലേ. ഒരു രുചിയില്ലെന്ന് പറയും. എന്താ കാരണം എന്നറിയാമോ? ഈ പിന്മാരി കിട്ടാത്തതുകൊണ്ടാണ്. നെല്ലിൻ്റെ കുഴപ്പമല്ല, ഈ പിന്മാരിയാണ് രുചി വരുത്തുന്നത്. ഓറഞ്ചിൻ്റെ ആപ്പിളിൻ്റെ എല്ലാം പുളി കളയുന്നത് ഈ പിന്മാരി. കറക്റ്റ് പിന്മാരി കിട്ടിക്കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ശരിയായ ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ ഓറഞ്ചിൻ്റെ പുളിയെല്ലാം മാറി ഒറിജിനൽ ഓറഞ്ചിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഓറഞ്ച് എന്നിട്ട് കളയല്ലേ, പുളിയാന്ന് പറയും. അങ്ങനെ ഓരോന്നിൻ്റെയും ആ പുളിയെല്ലാം മാറി രുചി ഉണ്ടാകണമെങ്കിൽ ഈ പിന്മാരി ആവശ്യമാണ്. ഇതുപോലെയാണ് വിശ്വാസികളെന്ന് പറഞ്ഞ പുള്ളികളും വേലക്കാരും. പേര് വേലക്കാരും പക്ഷേ രുചിയില്ല. എന്താ കാരണം? കേൾക്കുമ്പോഴേ ചൊറിച്ചിന് വരും. ആ പുള്ളിയാണോ? പുള്ളി മീറ്റിംഗ് എടുത്താൽ ഇങ്ങോട്ട് വരണ്ട, പുള്ളിയുടെ പ്രസംഗം വേണ്ട, അല്ലെങ്കിൽ ഇന്നാരാണ് അവരുടെ പാട്ട്, അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ. വിശ്വാസികൾ പേരും പറഞ്ഞുകൊണ്ട് നടക്കുക, ഒരു ഗുണവും മണമില്ലെന്ന് പറയും. വിശ്വാസി അല്ലാഞ്ഞിട്ടല്ല, എന്താ കുഴപ്പം? പിന്മാരി ഇതുവരെയും കിട്ടും. പിന്മാരി കിട്ടണമെങ്കിൽ മഴയ്ക്ക് അപേക്ഷിക്കുമ്പോൾ മിന്നൽപ്പട ചങ്ക് പൊട്ടിക്കുന്ന ഉപദേശം വരും. നിങ്ങൾക്കറിയാം, കുമളിക്കാർക്കതറിയാം അല്ലേ? നിങ്ങളെ മക്കളെ, കുഞ്ഞുങ്ങളെ, പിള്ളേരെ എന്ന് വിളിച്ച് ഇങ്ങനെ സോപ്പിട്ട് നടക്കുന്ന ഉപദേശം കൊണ്ടൊന്നും പൂർണ്ണപ്പെടുകയില്ല. മനസ്സിലായോ? എനിക്കിപ്പോഴാണ് പിടികിട്ടിയെന്ന് തോന്നില്ലേ? ഇവിടെ വെന്നിച്ചന് ഇപ്പോഴാണ് പിടികിട്ടുന്നത്. ഇതങ്ങോട്ട് കൊടുക്കണം, വചനം കൊടുത്തോണ്ട് പൊട്ടിക്കണം, തലമണ്ട പൊട്ടിക്കണം. എല്ലാം ഇങ്ങനെ ക്ലാവ് പിടിച്ചിരിക്കുന്നതിനെല്ലാം പൊട്ടിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടിരണം? അപ്പച്ച, അമ്മച്ചി, കൊച്ചമ്മ, കൊച്ചമ്മ, കൊച്ചപ്പച്ചൻ, കൊച്ചമ്മച്ച, ഈ ക്ലാവിനെല്ലാം തകർത്തിട്ട് പൊട്ടിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടിരണം? ഈ നൈട്രജൻ പോസ്പസിലായിരുന്നെങ്കിൽ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. അവിടെയാണ് ഫലം കായ്ക്കുന്നത്. ഇല്ല അപ്പച്ചനെ പോലെ ഇരിക്കും അമ്മച്ചിയെ, അപ്പച്ചൻ്റെ സ്വഭാവങ്ങളെല്ലാം നിൽക്കും വരും. ഇപ്പം ഞാൻ എൻ്റെ അപ്പൻ്റെ ഏറ്റവും ഇഷ്ടതാരമായിരുന്നു.
ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ തൻ്റെ ചില മോശമായ ഗുണങ്ങൾ എനിക്ക് എൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും അപ്പനെ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു ഇച്ചിരി കുടിക്കും, ലാഭിഷാണ്, സുഖജീവിതം, ഇതൊക്കെ പുള്ളിയുടെ ഒരു ട്രെൻഡാണ്. പക്ഷേ ചേട്ടായിക്ക് അപ്പനോട് വലിയ ലോഹ്യമില്ലാഞ്ഞുകൊണ്ട് അടുക്കത്തില്ല. പക്ഷേ എനിക്ക് വലിയ ലോഹ്യമായിട്ട് തൻ്റെ ചില ഗുണങ്ങൾ, ആ ഗുണങ്ങളെല്ലാം പ്രാപിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് കാണത്തില്ല. അപ്പോഴത്തേക്ക് ദൈവം എന്നെ രക്ഷിച്ചു, അപ്പനെ രക്ഷിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പെന്തിക്കോസിൻ്റെ ക്ലാവിലല്ല, പല പെന്തിക്കോസുകാരും ആ ക്ലാവ് പിടിച്ചു പോയി, അതുകൊണ്ട് ഫലമില്ല. നിങ്ങൾക്കറിയാം, പായാസമാണെങ്കിൽ പോലും ക്ലാവ് പിടിച്ച ചെമ്പിനകത്ത് വെച്ച് എങ്ങനെ ഇരിക്കും? അലക്സേ ഉണ്ടോ ഇവിടെ? അലക്സ് ഉണ്ടോ? എങ്ങനെ ഇരിക്കും? പായസം നല്ലതാണ്, പക്ഷേ ക്ലാവ് പിടിച്ച പാത്രത്തിലാണ് ഉണ്ടാക്കിയത്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇന്ന് പെന്തിക്കോസുകാർക്ക് നമുക്ക് പലർക്കും രുചിയില്ലാത്തതിൻ്റെ കാരണം കൂട്ടായ്മയുടെ കുഴപ്പമില്ല, പാസ്റ്റർമാർ കുഴപ്പമില്ല, പിന്നെന്താ ഉപദേശമുണ്ട്, എല്ലാം ഉണ്ട്, പിന്നെന്തില്ല, പിന്മാരി കിട്ടുന്നില്ല. ഇവിടെ ഇങ്ങനെ സോപ്പിട്ട് മെഴുകി മക്കളെ കുഞ്ഞുങ്ങളെ കുപ്പച്ചാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ചങ്ക് തകർക്കുന്നില്ല, പൊട്ടിക്കണം. അതാണ് സാബയോനാനെ പോലെ മുമ്പോട്ട് വന്നിട്ട് ഈ മനസ്സൊന്ന് ഉടയ്ക്കണം. ഞാൻ സകല ജാതികളെയും ഇളക്കും. ഈ പെന്തിക്കോസിൻ്റെ മതത്തിൻ്റെ, അത് ക്രിസ്തീയ സഭയിലുണ്ട്, സമുദായങ്ങളിലുണ്ട്, ജാതിയിലുണ്ട്, ഇസ്ലാമിലുണ്ട്, ഹൈന്ദവത്തിലുണ്ട്. ഈ മതത്തിൻ്റെ ക്ലാവെല്ലാം ഉടച്ചു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം, ജീവനും ആ വചനവും ആത്മാവും പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്കുള്ള ഫലം കായ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ പറഞ്ഞ പോലെ ഞരണ്ടും മുരണ്ടും പരുവക്കേടായ പ്രയോജനമില്ലാത്ത, നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം ഫലം കായ്ക്കുന്ന വിശ്വാസികളായിത്തീരും. അപ്പോൾ ശരിയായി പിന്മാരി ഏറ്റുകൊള്ളണം. അത് പെയ്യുമ്പോൾ കുറേ പേര് ഏറ്റെടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ചിലർക്ക് വ്യത്യാസം. ഞാനും ഇവിടുത്തെ ഒരു വിശ്വാസിയും കൂടെ ഒരു വീട്ടിൽ ചെന്ന് സംസാരിച്ചിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഈ പാസ്റ്റർ ഒന്ന് ഞങ്ങൾക്ക് ഉപദേശം തന്നപ്പോൾ ഒരു ഗുണമുണ്ടായി. പുള്ളി പറഞ്ഞ ഞാൻ ആരാണെന്ന്, അതായത് താൻ ആരാണെന്ന് ശരിക്കും ബോധ്യപ്പെടാൻ സാധിച്ചു. ഒരു അറിവില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ മിനിസ്ട്രി അല്ലെങ്കിൽ വചനം കിട്ടിയതിനാൽ ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒന്നാമത്തത്. പിന്നീട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെതായ ഗുണങ്ങൾ പലതും കാണുന്നുമുണ്ട്. നമ്മളോട് ഇപ്പോഴും വളരെ സഹകരിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നപ്പോൾ, അതും ഒരു മർത്തോമക്കാരൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ഇതാണ് പിന്മാരി. അപ്പോൾ പിന്മാരി എന്ന് സോപ്പിടുന്ന പരിപാടിയല്ല, ഉടച്ച് ശരിയാക്കളയും. ഇടിമിന്നൽ തകർക്കുന്നതായിരിക്കും. പക്ഷേ ആ ഇടിമിന്നലിൻ്റെ ഉപദേശങ്ങൾ വെളിപ്പെടണം, അവിടെ സോപ്പിംഗ് അല്ല. ഇത് പലരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞോണം, ഞങ്ങളെ പൊക്കി പറഞ്ഞോണം. ഇങ്ങനെയുള്ള വിശ്വാസികൾ ഒരു ഗുണം ഉണ്ടാകത്തില്ല. അവരിവിടുത്തെ ഒന്നാമത്തെ വിശ്വാസികളായിരിക്കും, പക്ഷെ അവരായിരിക്കും ഏറ്റവും ക്ലാവ് പിടിച്ചവർ. എന്താ കാരണം? പിന്മാരി അവരിഷ്ടപ്പെടുന്നില്ല. തകർക്കുന്ന ഉപദേശം, പുത്രനെ തകർക്കാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായല്ലേ പിന്മാരിക്ക് ഇത്രയും ഗുണമുണ്ടെന്നുള്ളത്, അല്ലേ? എന്നാൽ ആഗ്രഹിച്ചോണം, ഉടയ്ക്കണം കർത്താവേ. മോവാബ് ബാല്യം മുതൽ വായിച്ചു 45-ലാണോ? യെശയ്യാവിലുണ്ടല്ലോ അല്ലേ? മോവാബ് ബാല്യം മുതൽ. ഇപ്പോൾ ഈ ചുമ എന്താണെന്ന് ചോദിച്ചാൽ എന്താ കാരണം? പറ, ആർക്കും പറയാം. ഞാൻ ഇന്ന് കണ്ടമാനം ചുമയ്ക്കുന്നുണ്ട്. എന്താ കാരണം? പിന്മാരി. ഒറ്റ വാക്കി പറ, ഒരു സമ്മാനം തരാം. ഒറ്റ വാക്കി പറ, ഇന്ന് എന്താണ് പതിവില്ലാതെ ചുമയ്ക്കാൻ കാരണം? പിന്മാരിയുടെ ഉപദേശം, ഉടയ്ക്കുന്ന ഉപദേശം പറയുന്നുണ്ട്. ഉടയുന്ന ഉപദേശം പറഞ്ഞുകൊണ്ടല്ല, ഈ ജനലെല്ലാം തുറന്നു കിടക്കുകയാണ്, കാറ്റ് കയറി വരുന്നപ്പം തണുപ്പ് കാറ്റ് 4 ഭാഗത്തുനിന്നും. കാരണം ജനലെല്ലാം ഉടച്ച് നമ്മൾ പുതിയ വെച്ചില്ലേ, അപ്പം ഓവർ തണുപ്പാണ്. ഇന്നലെ രാത്രി ഒരു അബദ്ധം പറ്റി. നമ്മൾ ഹീറ്റർ വെച്ച് കിടന്നെങ്കിലും ഉറക്കം വരത്തുള്ളൂ, കാരണം മുറിയുടെ. ഇന്നലെ ഞാനെന്ത് ചെയ്യുന്നറിയാവോ, പകൽ തുറന്നിട്ടൊരു ജനൽ അങ്ങനെ തന്നെ തുറന്നു കിടന്നു. രാത്രി തണുപ്പ് വേണം, ഹീറ്റർ ഇട്ടും തണുപ്പ് മാറുന്നില്ലല്ലോ, ശ്രദ്ധിച്ചില്ല. അപ്പോഴും ചോദിച്ചു. രാവിലെ നോക്കിയപ്പം ജനൽ തുറന്നു കിടക്കുക. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ തണുപ്പ് കാറ്റ് നമ്മളെന്ത് ചെയ്യും? സുഖം ഉണ്ടാക്കുന്നതല്ല. ഇതുപോലെ നമ്മളെ തണുപ്പിക്കാനും സോപ്പിടാനും വരുന്ന വേലക്കാരും വിശ്വാസിനും സൂക്ഷിച്ചോണം. അവർക്ക് അറിവില്ലായ്മ. മാതാപിതാക്കന്മാർ മക്കളെ വരുത്തുമ്പോൾ അവരെ താരാട്ടുപാടിയല്ല ഉറക്കേണ്ടത്, തകർക്കണം. ഏതാ അവരുടെ ഇഷ്ടങ്ങളെല്ലാം പുത്രനെ തകർക്കാൻ അവർക്ക് ഇഷ്ടം തോന്നി. അവരെ സോപ്പിട്ട് വളർത്തിയാൽ അവർക്ക് പിന്മാറി ഇങ്ങനെ ഞരപിടിക്കും. അവരെപ്പോഴും സെൽഫിഷ്നസ് ഉണ്ടാകും, മറ്റുള്ളവർക്ക് ഫലം കായ്ക്കത്തില്ല. അവരിങ്ങനെ സ്വാർത്ഥത, അവരുടെ മണം, ഗുണം. എന്തൊക്കെയാണ് മണം, ഗുണം? ഒന്ന് വായിച്ചേ. 48-11 വാക്യം. മോവാബ് ബാല്യം മുതൽ സൗര്യമായി മട്ടിന്മീതെ. മോവാബ് എത്ര? യെശയ്യാവ്
48:11 ഇരമ്യാവ് 45:11 11 വായിക്കാം. മോവാബ് ബാല്യം മുതൽ സ്വൈര്യമായി മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. മോവാബ് ബാല്യം മുതൽ സ്വൈര്യമായി മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. അടുത്ത് അവനെ പാത്രത്തിൽ നിന്നും പാത്രത്തിലേക്ക് പകരുകയോ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവന്റെ സ്വാദു ഭോജനം അവനിൽ തന്നെ സ്വാദ്, അവന്റെ മണം, അവന്റെ ഗുണം അവനെ വിട്ട് പോകും. ഇതിനാണ് മനുഷ്യരെ പ്രവാസത്തിലേക്ക് വിടുന്നത്. പ്രവാസി മലയാളിക്കും ഇവിടുത്തെ മലയാളിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാണ് നല്ല സായിപ്പന്മാരുടെ കൂടെ ഈ അടുത്ത കാലത്തൊരു 2 പേരെന്നെ വിളിച്ചു. ഇച്ചിരി കഷ്ടമാണ്. പണ്ട് ഒരു പാകിസ്ഥാന് കീഴിലായിരുന്നു ജോലി, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അയാൾ കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ ആ സ്ഥാനത്ത് സായിപ്പന്മാർ വന്നിരിക്കുക. ഭയങ്കര പ്രശ്നമാണ്, ഒന്നും മാനേജ് ചെയ്യാൻ ഒക്കുന്നില്ല. ഞാൻ ഒരു സായിപ്പിൻ്റെ കുഴപ്പമില്ല, സായിപ്പ് സ്ട്രെയിറ്റാണ്. അവൻ വേലയിറക്കുന്നവനല്ല, നിന്നെപ്പോലെ ഒന്നും വേലയിറക്കുന്നവരല്ല, പാകിസ്ഥാനിയെ പോലും അല്ല, മലയാളിയെ പോലും അല്ല. അവൻ്റെ കൂടെ നീ പരിചയിക്കാൻ പറഞ്ഞു. 3 മാസം കഴിയുമ്പോൾ പ്ലാൻ മാറുന്നതിൻ്റെ നിലവാരത്തിലും വ്യത്യാസം വരുന്നു. സംഭവം അങ്ങനെ തന്നെ നടന്നു. എന്ന് പറഞ്ഞ പോലെ ഒരുമാതിരി മണുകുണപ്പന്മാരുടെ ഈ കീഴ് നമ്മൾ ജോലി ചെയ്ത് പരിചയിച്ചാൽ അത് സൂചിയുടെ വേലയാണെങ്കിലും ശരി, അത് ശരിയാകത്തില്ല. ശരിയായ ട്രെയിനിങ് കൊടുക്കുന്ന വിശുദ്ധന്മാരുടെ കീഴിൽ ആ ഭാഗ്യം എനിക്ക് കുറച്ച് കിട്ടി. പാസ്റ്റർ എസ് ബി അണസ്റ്റ്, പാസ്റ്റർ കെ സി ഓറീസ്, അങ്ങനെ ചില പാസ്റ്റർ എം ജി എബ്രഹാം, ഓൾറെഡി മിലിറ്ററി ഓഫീസറായിരുന്നു, മിലിറ്ററി ഇതായിരുന്നു. ഒരു ദാക്ഷിണ്യവുമില്ല. അങ്ങനെ വളർന്നുകൊണ്ട് നമുക്കിപ്പോഴും ഈ പ്രസ്ഥാനത്തോട് വലിയ ബന്ധമുണ്ട്. നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാനും ഇഷ്ടം പോലെ നടത്തി കഴിഞ്ഞാൽ അവൻ പഴച്ചു പോകും. അതാണ് പലരും ഇഷ്ടം. അതുകൊണ്ടാണ് ഈ വേലക്കാർക്ക് ശരിക്കും രുചിയില്ല. കാരണം അവരുടെ ഗുണവും മണവും മാറുന്നില്ല. ഏത് സമുദായത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ഏത് ജാതിയിൽ നിന്ന് വന്നിരിക്കുന്നു, അതുകൊണ്ട് വിട്ടുപോകുന്നില്ല. കാരണം പ്രവാസത്തിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോയിട്ടില്ല, പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകർന്നിട്ടില്ല. ഇങ്ങനെ അട്ടിപ്പേറായിട്ട് ഒരിടത്ത് കിടന്ന് അവർ ചിലപ്പോൾ കുറേ കാശ് കൊടുക്കും, കുറേ സോപ്പിടും, കുറച്ചെന്ത് ചെയ്യും, ഓറഞ്ച് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പിന്നെന്താ കപ്പലണ്ടി വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെ ഷോപ്പിങ്ങിൽ പോകുന്ന പാർട്ടികളൊന്നും അവരും ഗുണം പിടിക്കത്തില്ല, ഈ പറഞ്ഞ വേലക്കാർ ശരിയാകത്തില്ല. അതിനാണ് TPM ട്രാൻസ്ഫറുകൾ വെച്ചിരിക്കുന്നത്. പണ്ട് ഞാൻ പറഞ്ഞില്ല, പാസ്റ്റർ എ സി തോമാച്ചാൻ്റെ കാലത്ത് തിരുവല്ലയിൽ 2 അമ്മച്ചിമാർ തോമാച്ചായൻ എല്ലാവരെയും മാറ്റാൻ പോകുന്നു പറഞ്ഞപ്പം പാസ്റ്റർ MT പറഞ്ഞ കേട്ടോ, ഈ അമ്മച്ചിമാർ കരഞ്ഞുകൊണ്ട് തിരുവല്ലയിൽ തന്നെ ജനിച്ച് തിരുവല്ലയിൽ തന്നെ വളർന്ന് തിരുവല്ലയിൽ തന്നെ സുവിശേഷം വരുന്ന 2 അമ്മച്ചിമാർ, ആ ചായ ഞങ്ങളെ ഇവിടുന്ന് അധികം ദൂരത്തേക്ക് വിടല്ലേ. അപ്പോൾ പാർഷി ചോദിച്ചു, എവിടുന്ന്? അപ്പോൾ തിരുവല്ലയാണോ ദൈവരാജ്യത്തിൻ്റെ സെൻട്രൽ പോയിൻ്റായിട്ട് നീ വെച്ചിരിക്കുന്നത് ചോദിച്ചു. അടുത്ത ദിവസം തന്നെ അവർക്ക് മാറ്റം കൊടുത്തു. ഒന്നുകിൽ ശരിപ്പെടണം, അല്ലെങ്കിൽ അതോടെ ഇങ്ങനെ ക്ലാവ് പിടിച്ച് ഇതിനകത്ത് കഴിയുന്നവ വേലക്കാരും വിശ്വാസികളാണ് പല തൊന്തലുകളുണ്ടാക്കുന്നത്. ചില വിശ്വാസികളുണ്ട് ഇങ്ങനെ അവരൊരു പോസ്റ്റ് ഉണ്ടാക്കി എടുത്തെടുത്ത് അതിനുവേണ്ടി കുറേ ചിലവഴിച്ച് സോപ്പിട്ടൊക്കെ പോകും. അടുത്തൊരാൾ വന്നവരെ ദൈവം അവരെ സ്നേഹിച്ചിട്ട് അവരുടെ സ്വാദ് കളയാൻ, മണം കളയാൻ വേണ്ടി ഒരു ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇവർക്ക് പിടിക്കത്തില്ല. കാരണം അവരെന്നും ഈ പറഞ്ഞ മണവും ഗുണവും അവർക്കിരിക്കും. ജാതിയുടെ മണം, ഭാഷാ മണം, പിന്നെ ദേശത്തിൻ്റെ മണം, മറ്റു പല മണങ്ങളും ഗുണങ്ങളും. കൂരെന്നാണ് ഒരു മനുഷ്യർക്ക് ഈ ആനയുടെ ശൂര് അല്ലേ? ആന കാട്ടിക്കൂടെ പോകുമ്പോൾ ചിലർ ആ മണം പിടിക്കും എന്ന് പറഞ്ഞ പോലെ ചില ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ചില മണമുണ്ട്. ഇപ്പോൾ പാടത്ത് ഇതുകൊണ്ടല്ലോ ചെളിക്കകത്ത് തന്നെ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു മണം വരും. മരത്തിൽ കയറുന്നവർക്ക് അതിൻ്റെതായ ഒരു മണം വരും. അത് അവരുടെ ഗുണമല്ല, അതിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും തനി ഗുണങ്ങളുണ്ട്. അതെല്ലാം മാറണമെങ്കിൽ ഈ പെന്തിക്കോസ് മിഷൻ്റെ പോലെ ഒരു നടത്തിപ്പിൽ കൂടെ പോകണം. അതാണ് മറ്റു പെന്തിക്കോസുകാർക്ക് ഇഷ്ടമില്ലാത്തത്. കാരണം ഇത് അടിമത്തമാണെന്നാണ്. ഇത് അടിമത്തമല്ല, നമ്മുടെ മണത്തെയും ഗുണത്തെയും കളയാൻ വേണ്ടിയാണ്. ഇനി ഒരു പക്ഷേ നിങ്ങളെ എല്ലായിടത്തും ട്രാൻസ്ഫർ ആക്കാനൊക്കെ പോകും. പറ, സഭക്കാരെ കൊണ്ട് ട്രാൻസ്ഫർ ആക്കാനൊക്കെ. ഇസ്രായേൽ ജനം അന്ന് മരുഭൂമിയിൽ മോശയുടെ കീഴിൽ 40 ലക്ഷം പേരായിട്ട് വന്നെന്ന് പറഞ്ഞു. 20 ലക്ഷം. ഇതുപോലെ ഈ മനുഷ്യരെ ഇങ്ങനെ നടക്കാറുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? പണ്ടൊക്കെ ഈ ട്രാൻസ്ഫോർമറിൽ കണ്ടിട്ടില്ലേ വലിയ മോട്ടറുകൾ, പഴയകാലത്തെ ആദ്യകാലത്തെ മോട്ടർ ഫീൽഡിട്ട് കറക്കും. ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഈ ചെമ്പ് കമ്പികളെ കൊണ്ടുണ്ടാക്കുന്നതല്ലേ. അന്നത്തെ മോട്ടർ ഈ ഫീൽഡാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ മോട്ടർ ഈ ഫീൽഡ് കറങ്ങും.
അതൊരുപാട് ചിലവാണ്, വോൾട്ടേജ് കുറവായി. പിന്നെ കണ്ടുപിടിച്ചു ആർമേച്ചർ കറക്കിയാൽ മതി. എല്ലാത്തിനും ആർമേച്ചർ ഉണ്ടല്ലോ. മോട്ടർ കറക്കുന്നതിന് പകരം, ഫീൽഡ് കറക്കുന്നതിന് പകരം ആർമേച്ചർ കറക്കുക. അപ്പോൾ ആർമേച്ചർ കറക്കിയാൽ ഈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാകും. മാഗ്നറ്റിക് ഫീൽഡിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. ഞങ്ങളുടെ ബേസിക്കലി ഇലക്ട്രോണിക്സ് പഠിക്കുമ്പം ബേസിക് ഇതാണ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. അന്ന് ഇതൊക്കെ വരച്ചിട്ടുമുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആർമേച്ചർ എന്ന് പറഞ്ഞ പോലെ ചില സഭകൾ ഇങ്ങനെ കുമളിക്കാരായിരിക്കും, ചിലപ്പോൾ എന്താ പറയും പാമ്പാടിക്കാരായിരിക്കും, ചിലപ്പോൾ ഉമ്മന്നൂറുകാരായിരിക്കും, ചിലപ്പോൾ പള്ളിപ്പാടുകാരായിരിക്കും, ചിലപ്പോൾ ചെങ്ങന്നൂറുകാരായിരിക്കും, ആൽപ്പാറ, ഇങ്ങനെ ചില മൂത്ത സഭകളൊക്കെ ഉണ്ട് എല്ലായിടത്തും. അപ്പോൾ അതിൽ ചില സമയത്ത് അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവരൊക്കെ പറയുന്ന പോലെ തന്നെ വേലക്കാർ പോകേണ്ടതായിട്ട് വരുന്നു ഒരു പരിധി വരെ. പിന്നെ പരിശുദ്ധാത്മാവ് ഒരു പ്രവർത്തിക്കും, അത് വേറെ കാര്യം. കാരണം അങ്ങനെ ചില സഭകളുടെ ഒരു സ്നേഹവും മേധാവിത്വവും ഉള്ളതായ സഭകളുണ്ട്. അപ്പം ഞങ്ങളെപ്പോലുള്ളവരോട് ചെല്ലുമ്പോൾ കർത്താവ് ആർമേച്ചറിട്ട് കറക്കും. ഫീൽഡ് കറങ്ങുന്നതിന് പകരം നീയൊക്കെ സ്ഥിരമായിട്ടിരുന്നു, ഞാൻ ആർമേച്ചർ കറക്കാൻ പോകും. അപ്പം ഞങ്ങൾ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ എന്തു ചെയ്യും, ഇങ്ങനെ അവിടെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വേലക്കാർക്കും വിശ്വാസികൾക്കും പിടിക്കത്തില്ല. അവർ ഞങ്ങളെ അവിടുന്ന് വായിക്കാൻ വേണ്ടി എന്തെല്ലാം പരിശ്രമങ്ങൾ ഓരോരുത്തർ ചെയ്ത്, ഇൻക്ലൂഡിങ് കുമളി അല്ലേ എനിക്കോ. നിങ്ങൾ പറ, അന്ന് ഞാൻ മാറിപ്പോയിരുന്നെങ്കിൽ ഇന്ന് ബാക്കി കിടക്കേണ്ടൊക്കെ നടക്കുമോ? അതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത ഇപ്പോൾ തലയിടരുന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയത്തില്ല ഈ ഫീൽഡ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങുന്ന സമയത്തിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡാണല്ലോ പിന്മാരിയൻ ഇടിപെട്ടുന്നത്, മിന്നൽ. അതിനാൽ എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ നല്ല വളക്കൂറുണ്ടാകും, അറിവുണ്ടാകും, പരിജ്ഞാനം ഉണ്ടാകും. അങ്ങനെയുള്ള വേലക്കാർ വന്നെങ്കിലേ വേറെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ കുർബാന തൊഴിലാളികളെ പോലെ നിങ്ങളുടെ സഭ നടത്തും. ബെന്നിച്ചൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ബെന്നിച്ചൻ സ്വീകരിക്കും. അപ്പച്ചൻ ശരി, അപ്പച്ചൻ അങ്ങനെ ആയിരിക്കും, ശരി. ബെന്നിച്ചൻ ബിനോച്ചൻ്റെ വീട്ടിൽ ചെല്ലുമ്പം അതും കേട്ടു. ആരെയും പണക്കണ്ട, എല്ലാം ഉപദേശിച്ചാൻ. എൻ്റെ പൊന്നെ, നിങ്ങൾ വളരത്തില്ല. നിങ്ങളുടെ മണവും ഗുണവും അവിടെ തന്നെ ഇരിക്കും. പറ്റിയ അമ്മച്ചിമാരും അച്ചായന്മാരും കാണും. അയ്യോ ബെന്നിമോനെ, സ്വന്തം അപ്പം പോലും ബെന്നി എന്ന് പോലും തികച്ച് വിളിച്ചിട്ടില്ല കേട്ടോ. ആരോനെ ഉദാഹരണമാണ്. പിന്നെന്താ വേറെ പെണ്ണുങ്ങളെ വിളിക്കുന്നവന്? ഇതൊന്നും അല്ലടോ ഈ വേലയുടെ അടിസ്ഥാനം. ഇതെടുത്തിട്ട് കറക്കണം, ഫീൽഡ് കറക്കി ശരിക്ക് ഈ പറഞ്ഞ പോലെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാക്കി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് വചനം. കർത്താവായ യേശുവിൻ്റെ വചനത്തിൽ ആ ക്ലാവ് പിടിച്ച ശാസ്ത്രിമാരും പരീശന്മാരെല്ലാം പ്രശ്നക്കാരായി മാറി. അന്ന് വരെ അവിടുത്തെ മനസ്സിലായ പുരിയതാ. എന്നാ പുരിയത് ചെപ്പു, എന്നാ സുഖമാ മോളേന്ന് വിളിക്കാങ്ങളുണ്ടല്ലോ, അല്ല മക്കളേന്ന് വിളിച്ചാൽ അയ്യോ. കാരണം വീട്ടിൽ കേൾക്കാറില്ലല്ലോ. വീട്ടിൽ പിന്നെ അതിൻ്റെ കൂടെ ചിലർക്ക് ചേർത്താണ് പലതും വിളിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് മക്കളേന്ന് വിളിക്കും വലിയ സന്തോഷം. അതുകൊണ്ടൊന്നും പൂർണ്ണരാകത്തില്ല. ഈ ക്ലാവിരിക്കും, രുചി കാണത്തില്ല, പെന്തിക്കോസിന് രുചി ഉണ്ടാകാതെ. മനസ്സിലായോ? ഇത് പണ്ട് ഞാൻ പറഞ്ഞോ, പക്ഷേ കേൾക്കാൻ ഞാൻ എൻ്റെ കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളെ കാത്തിരുന്നിട്ട് ദൈവത്തോട് എന്ത് പറയണം? പിന്മാരിയെ അയക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് പിൻവഴിയാണ് ആവശ്യം. ഞങ്ങളൊന്ന് തകർക്കേ, ഞങ്ങളൊന്ന് ഉടച്ച് വാർക്കേ, ഞങ്ങളുടെ ഗുണവും മണവും ഒന്ന് പോട്ടെ. ഞങ്ങൾ വീണ്ടും ഷേപ്പുള്ളതായി തീരട്ടെ. പെന്തിക്കോസുകാരെ ഷേപ്പുള്ളതായി തീരട്ടെ. അവർ ഷേപ്പ്ലെസ് അല്ല, ഷേപ്പുള്ളതായി തീരട്ടെ. ഈ അരുചി പണ്ടത്തെ പറഞ്ഞ പോലെ പെന്തിക്കോസുകാരെ പുറമേ കണ്ട ഒരു കുഴപ്പമില്ല. എന്നാ കളറാ, അനീഷ് കാവാലം പറഞ്ഞ പോലെ. അവിടെ ഇരിപ്പ്, വെള്ള, ശാപ്പാട്, ഇതൊന്നും അല്ല പെന്തിക്കോസ്. അവൻ്റെ സ്വഭാവം, അവനോട് അടുക്കണം, ഉപദേശിയോട് അടുക്കണം, ഹെഡ് മാസ്റ്ററോട് അടുക്കണം, അവൻ്റെ തനിഗുണം അറിയണമെങ്കിൽ. പിന്നെ ടീച്ചർമാരോട് അടുക്കണം. ബാക്കിയെല്ലാം കറക്റ്റാണ്. മീശ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ചയാണ് 3 പ്രാവശ്യം പഠിക്കും, കാരണം തേജസ് വർദ്ധിക്കാൻ വേണ്ടി. അതെ, ഇതിലൊക്കെയാണ് തേജസ്. അകത്തോ അടുക്കും തോറും കയ്പും വിദ്വേഷവും പകയും പ്രതികാരവും എല്ലാം വെച്ചുകൊണ്ട് നടക്കുന്ന വേലക്കാരും വിശ്വാസികളും ഇതൊക്കെ തകർത്തിട്ട് കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരായി തീരണമെങ്കിൽ, ആ ബ്രൈറ്റ് ക്ലൗഡ്സ്, ലോർഡ് ഷാൽ മേക്ക് ബ്രൈറ്റ് ക്ലൗഡ്സ്, വിശുദ്ധരായി തീരണമെങ്കിൽ ഈ പിന്മാരി നമുക്ക് ആവശ്യം. ചുരുക്കം ചിലർക്കെല്ലാം പിന്മാരിയുടെ അനുഭവം ഉണ്ട്, പക്ഷേ ബാക്കിയുള്ളവർക്ക് ഉണ്ടാണ്. അതുകൊണ്ട് ഈ നാളുകൾ സമർപ്പിക്കുക, മീറ്റിങ്ങിൽ പങ്കെടുക്കുക, പ്രാർത്ഥനയ്ക്ക് വരിക,
തകർക്കട്ടെ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുൻപിലുണ്ട്. പിന്മാരിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഒരു നിമിഷം എല്ലാവരും മുട്ടം മേരിക്കുക, കണ്ണടയ്ക്കുക. കർത്താവേ, പിന്മാരി എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയാ. എല്ലാവരും കാത്തിരിക്കുക. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വീണാദാം ദാവീദിൻ കൂടാരത്തെ വീണ്ടും പണിയുമെന്ന്. വീണാദാം ദാവീദിൻ കൂടാരത്തെ വീണ്ടും പണിയുമെന്ന് അരുളിയ നിന്തിരുവചനം പോലെ ഒരു കേണം തിരുസഭയെ. അരുളിയ നിന്തിരുവചനം പോലെ ഉണർത്തേണം തിരുസഭയെ. വീണാദാം ദാവീദിൻ കൂടാരത്തെ. ആത്മശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. എല്ലാ അന്ധകാര ശക്തികളും നീങ്ങിപ്പോട്ടെ. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Thira bara bara ka thira bara bara bara. Hibara thira bara bara ka thira bara bara vamshiyam thinam tira. Hallelujah. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും നഷ്ടമാക്കരുത്. ആത്മശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തില്. In the name of Jesus, the power touch you. Oh, change your body, soul and spirit. Signed by you, Lord. Bikabara rabantira. Hibara stera bana bana kathira bana bantira. Hallelujah. Hibara samchera bana bana kathira bantira. മാലിന്യമേശാത്ത നിൻ സഭയെ മഹത്വത്തിൽ പൂർണ്ണയായി. മാലിന്യമേശാത്ത നിൻ സഭയെ മഹത്വത്തിൽ പൂർണ്ണയായി. നീതി സൂര്യസാമം ശോഭിക്കുവാൻ നിരുത്തേണം നിൻ സന്നിധി. നീതി സൂര്യസാമം ശോഭിക്കുവാൻ നിരുത്തേണം നിൻ സന്നിധി. മാലിന്യമേശാത്ത നിൻ സഭയെ മഹത്വത്തിൽ പൂർണ്ണയായി. മാലിന്യമേശാത്ത നിൻ സഭയെ മഹത്വത്തിൽ പൂർണ്ണയായി. നീതി സൂര്യസാമം ശോഭിക്കുവാൻ നിരുത്തേണം നിൻ സന്നിധി. നീതി സൂര്യസാമം ശോഭിക്കുവാൻ നിരുത്തേണം നിൻ സന്നിധി. Power in the name of Jesus, the power. Hibara stirabalagam tirabalaka tirabalagam tirabalagam. Hallelujah. Amen. സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിറയ്ക്കുവാൻ ദൈവം ഇതാ കാത്തിരിക്കുന്നു. നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തരാക്കുന്ന ദൈവം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അരുളേണം ആത്മാവിൻ അനുഗ്രഹങ്ങൾ
പിന്മഴയായി ഞങ്ങളിൽ അരുളേണം ആത്മാവിൻ അനുഗ്രഹങ്ങൾ. പിന്മഴയായി ഞങ്ങളിൽ പെന്തേക്കോസ്തിൻ നാളിൽ പകർന്നതുപോൽ ഈ അന്ത്യനാളുകളിൽ. പെന്തേക്കോസ്തിൻ നാളിൽ പകർന്നതുപോൽ ഈ അന്ത്യനാളുകളിൽ അരുളേണം ആത്മാവിൻ അനുഗ്രഹങ്ങൾ. പിന്മഴയായി ഞങ്ങളിൽ അരുളേണം ആത്മാവിൻ അനുഗ്രഹങ്ങൾ. പിന്മഴയായി ഞങ്ങളിൽ അരുളേണം ആത്മാവിൻ അനുഗ്രഹങ്ങൾ. യെസ് 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 ലോർഡ്. ബിഖബറബറ സംധിരാഗരാഗരാഗരാഗ സിബകബറബം ധിരാഗരാഗരാഗ ഇഷാരബറബറ കഥിരബറബം ധിരബറബം ധിരാഗരാഗരാഗ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദിബറബറ ശരബറബറ കഥിരബറബം ധിരാഗരാഗരാഗ. ഹല്ലേലൂയ. ദിബറബറ സംധിരബറബറ കഥിരബറബം ധിരാഗരാഗ. ഹല്ലേലൂയ. ദിബറബറ കഥിരബറബം ധിരാഗരാഗരാഗ. ഹല്ലേലൂയ. പകരണമേ പകരണമേ ആത്മാവിൻ ബലം ഞങ്ങളിൽ. പകരണമേ ദേവ പകരണമേ ആത്മാവിൻ ബലം ഞങ്ങളിൽ. നിൻ ദിവ്യ സാദൃശ്യം പ്രാപിച്ചു നിത്യമായി നിൻമുഖം കണ്ടിടുവാൻ. നിൻ ദിവ്യ സാദൃശ്യം പ്രാപിച്ചു നിത്യമായി നിൻമുഖം കണ്ടിടുവാൻ. പകരണമേ ദേവ പകരണമേ ആത്മാവിൻ ബലം ഞങ്ങളിൽ. പകരണമേ ഓ Thank you, Lord. ദേവ പകരണമേ ആത്മാവിൻ ബലം ഞങ്ങളിൽ. Hallelujah. Hallelujah. പ്രാർത്ഥിക്കുക.